കേവലം ഒരു ചെറിയ നാട്ടുരാജ്യത്തിലെ ഒരു ക്ഷേത്രത്തിന്റെ അടിയില് സഹസ്രാവധി പണം അല്ലെങ്കിൽ സഹസ്രാവധി കോടിക്കുള്ള മുതലോ സംഭരിച്ചു വെക്കാൻ സാധിച്ച ഹിന്ദു ദരിദ്രനായിരുന്നു. 500 നാട്ടുരാജ്യങ്ങളിൽ ഒന്നു മാത്രം ചെറിയൊരു നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ആ തിരുവിതാംകൂറില് പത്മനാഭസ്വാമിയുടെ തിരുനടയില് 1,00,000 കോടി ഇനി തുറക്കാൻ കിടക്കുന്നു. അത്രയും മുതൽ സംരക്ഷിച്ചു വെക്കാൻ സാധിച്ചിരുന്ന ഹിന്ദു ദരിദ്രനായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. അല്ലെങ്കിൽ അത്തരത്തിലൊരു അപകടത്തിന്റെ ബോധം നമുക്ക് ആവശ്യമാണ്. നമുക്ക് ശക്തിയില്ല എന്ന് പറയുന്നു. അലക്സാണ്ടറെ മടക്കി പറഞ്ഞയച്ച പുരുഷോത്തമൻ എന്ന പോറസിന് വീര്യം കുറവായിരുന്നു. ആ നാടിന് വീര്യം കുറവാവൂ എന്തെങ്കിലും ലോകം മുഴുവൻ ചെന്നെത്തിയ സ്ഥലങ്ങളൊക്കെ തന്നെ തന്റേതാക്കി മാറ്റിയ ഇസ്ലാമിക ശക്തിയെ 10-700 കൊല്ലം ചവിട്ടും തൊഴിലും സഹിച്ചിട്ടും ആ ഇസ്ലാമിക ശക്തിയെ ഭാരതത്തിന് മുന്നിൽ മുട്ടുമുട്ടിച്ച ശിവജിയെ പ്രസവിക്കാൻ സാധിച്ച ഛത്രപതി ശിവജിയെ പ്രസവിക്കാൻ സാധിച്ച ഈ ധർമ്മം ശക്തമല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. 2-2.5 നൂറ്റാണ്ടിന് ശേഷം വന്ന പോലെ തിരിച്ചു പോരേണ്ടി വന്ന യൂറോപ്യന്മാര് ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ചെന്നെത്തിയ നാടൊക്കെ തന്റേതാക്കി കൈവശപ്പെടുത്തുക എന്നല്ലാതെ പോന്ന പോലെ ലേശം പണം കൊണ്ടുവന്നു, അതുകൊണ്ട് നാട് മുഴുവൻ കീഴടക്കി സത്യം. പക്ഷെ പോന്ന പോലെ ഒരാളെ പോലും അവിടെ അവശേഷിപ്പിക്കാതെ ഒരുപക്ഷെ അവിടെ വെച്ച് മരിച്ച ഏതാനും ആളുകളുടെ ശവകുടീരങ്ങൾ ഒഴികെ ബാക്കി മുഴുവൻ അവിടെ നിന്ന് തുടച്ചു നീക്കാൻ സാധിച്ച ഈ ധർമ്മം, ഇതിന്റെ അവകാശികള് നമ്മൾ ശക്തരല്ല, നമുക്ക് തന്ത്രമില്ല, വീര്യമില്ല, ഇതൊന്നും പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും ആധുനികമായ നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വർത്തമാനകാല പരിതസ്ഥിതികള് ആണ് നമ്മെ ഒരുപാട് അപകർഷതാ ബോധത്തിലേക്ക് നയിക്കുന്നത്. അവിടെ നമ്മൾ പഴയതൊക്കെ മറക്കുന്നു. ഇന്നത്തെ കാലത്തിൽ നിന്നുകൊണ്ട് നോക്കുന്നു. ഇന്നത്തെ കാലത്തിൽ പരിഭ്രമിക്കേണ്ട എന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത്. എന്റെ ഭർത്താവിന് കുറച്ചു കാലമുള്ള ഗൾഫുവാസത്തിന്റെ ഇടയിൽ കിട്ടിയ ഒരു പരിപാടിയുണ്ട്. ഈ ഗുസ്തി മത്സരം കാണാൻ വലിയ ഇഷ്ടം. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല. എന്നാലും ഇടയ്ക്ക് അവിടെ ചെന്ന് പെട്ട് കഴിഞ്ഞത് എപ്പോഴേലും ചാനൽ മാറ്റി തരുമ്പോ കാണാലോ വെച്ചൊരു 10 മിനിറ്റ് ഞാനും അവിടെ ഇരിക്കുമ്പോൾ എനിക്കതിന് നല്ലൊരു അനുഭവം തോന്നാറുണ്ട്. ആദ്യം കിട്ടി തളർന്നാലേ ചിലവന്മാര് ചുരുങ്ങും. കിട്ടിയത് തളരണം, താഴണം, അതിനെ തുടങ്ങി തിരിച്ചടിക്കും. നമ്മൾ കൊള്ളുന്നത് നല്ല ലക്ഷണമാണ്. രാഷ്ട്രീയമായി കൊള്ളുന്നു, സാമൂഹ്യമായി കൊള്ളുന്നു, സാമ്പത്തികമായി കൊള്ളുന്നു, വിശ്വാസപരമായി കൊള്ളുന്നു. ഇത് നല്ല ലക്ഷണമാണ്. ചൂടായ നേരെയും അന്തിമമായ വിജയം നമ്മുടേതായിരിക്കും. പക്ഷെ വല്ലാതെ കൊള്ളുന്ന നോക്കണം. ചത്തുപോയാൽ പിന്നെ ഉയരാൻ സാധിക്കില്ല. അടി കിട്ടുന്നതൊക്കെ നല്ലതാ. പോരട്ടെ എന്ന് പറഞ്ഞ് മുഴുവൻ കൊണ്ടത് ജീവൻ പോയാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതല്ല എങ്കില് ഈ കൊള്ളുന്നതൊക്കെ നന്നാകാനുള്ള ഒരു ലക്ഷണമായി മാത്രം നമുക്ക് കണ്ടാൽ നമുക്ക് ഭാവിയില്ല. കാരണം ഒരുപാട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു ഒന്നുമല്ല എന്ന് നമ്മളൊക്കെ വേവലാതിപ്പെടുമ്പോഴും ഞങ്ങളൊക്കെ കാണുന്ന ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. കേരളം ഹൈന്ദവമായി ചിന്തിക്കുന്നു. അത് ഇന്നുവരെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു വസ്തുതയാണ്. എല്ലാവരുടെയും ഉള്ളിലും ഇന്നൊരു ചിന്തയുണ്ട്. കേരളത്തിന്റെ ബഡ്ജറ്റ് ഇന്നലെ ഞാൻ ഇവിടുത്തെ ആ ടൈം വെച്ചിട്ട് എനിക്ക് ഇന്നലെ വിജ്ഞാനാന്ന് പറയേണ്ടതെന്ന് അറിയില്ല. ഏതായാലും കേരളത്തിന്റെ ബഡ്ജറ്റ് പാസ്സാക്കി അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ചില കോണുകളിൽ നിന്നെങ്കിലും ഉയർന്നു. അത് മലപ്പുറം കോട്ടയം ബഡ്ജറ്റാണ് എന്ന്. നല്ല ലക്ഷണമാണ് ഇത്. മലപ്പുറം കോട്ടയം ബഡ്ജറ്റാണെന്ന് പറഞ്ഞത് കുമ്മനകാഴ്ചയെന്നല്ല പറഞ്ഞത്. മലപ്പുറം കോട്ടയം ബഡ്ജറ്റാണെന്ന് പറഞ്ഞത് ഹിന്ദുത്വത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച കുമ്മനകാഴ്ചയെന്നല്ല പറയുന്നത്. BJPയുടെ നേതാക്കളല്ല പറയുന്നത്. കേരളം നിയമസഭയ്ക്കകത്ത് പ്രാതിനിധ്യമുള്ളവർ പറയുന്ന ഒരു കോട്ടയം മലപ്പുറം ബഡ്ജറ്റാണ്. ചിന്തിക്കുന്നില്ലേ കേരളം ഹൈന്ദവമായിട്ട്? ഇത് നല്ലൊരു ലക്ഷണമാണ്. നന്നാകാൻ പോകുന്നതിന്റെ, ഒന്നാകാൻ പോകുന്നതിന്റെ പരമമായ വൈഭവത്തിലേക്ക് നമ്മുടെ നാടും ധർമ്മവും തിരിച്ചു പോകുന്നതിന്റെ ശുഭോദർക്കമായ ചില തെളിവുകളാണ് ഇത്തരം ചിന്തകളും പ്രവൃത്തികളും. കേരളത്തിനും സാധിക്കും നല്ല രൂപത്തിൽ ചിന്തിക്കാൻ. ബുദ്ധിമുട്ടുകളോ ഇല്ല എന്നല്ല പറയുന്നത്. ആ ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ബുദ്ധിമുട്ടുകൾ അനവധി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. കാരണം നമുക്കറിയാം, ഇന്ത്യക്കകത്ത് എവിടെയായാലും ഉറുപ്പിക്ക് 100 പൈസയാണ്. ഡോളറുമായിട്ടുള്ള വിനിമയ മൂല്യം മാറുമായിരിക്കും, റിയാലുമായുള്ള വിനിമയ മൂല്യം മാറുമായിരിക്കും. പക്ഷെ ഒരു ഉറുപ്പിക്ക് 100 പൈസ എന്നുള്ളത് ഇന്ത്യ മുഴുവൻ അംഗീകരിക്കപ്പെട്ടത്. ഒരുത്തിന് ചെന്നാൽ 110 കിട്ടില്ല, വേറൊരുത്തി ചെന്നാൽ 90 ആവില്ല. ഉറുപ്പിക്ക് 100 പൈസയാണ് ഉള്ളത് വാസ്തവം. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് നോക്കുക. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഭഗവാന്റെ തിരുവാഭരണം അടക്കം അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ വസ്തുതകൾ 1,00,000 കോടിയുടെ കണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും പലർക്കും ക്രിമികടി തുടങ്ങിയില്ലേ? പലർക്കും തുടങ്ങി ഇത് എന്ത് ചെയ്യണം? പ്രഗത്ഭരെ പോലുള്ള അപ്രധാന ആളുകളൊന്നുമല്ല, പ്രഗത്ഭരെ പറയാൻ തുടങ്ങി. ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലുള്ളവർ,
സുകുമാര അഴീക്കോടിനെ പോലുള്ളവർ. നാട്ടിലെ പട്ടിണി മാറ്റാൻ പൊതുജനങ്ങളുടെ ആവശ്യാർത്ഥം അത് ഉപകരിക്കണം. നാട്ടിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി അത് ഉപകരിക്കണം. എന്തൊരു നല്ല ഉൾക്കാഴ്ച, എന്തൊരു നല്ല ദൂരക്കാഴ്ച. ഇതിലേക്ക് നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. കേരളത്തിലെ പാവങ്ങൾക്ക് വേണ്ടി ചിന്തിക്കാൻ ഇത്രയും ആളുകൾ ഇതല്ല ആ പരമ്പരയിൽ തന്നെ തുടരുന്നു. ഞാൻ ഒന്ന് രണ്ട് പേരുടെ പേര് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എന്റെ മനസ്സിൽ അപ്പോൾ സംശയം ഉണ്ടാക്കിയില്ല. കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് കേരള ഗവൺമെന്റിനേക്കാൾ ആസ്തിയുണ്ട്. ഇന്നും ഇന്നലെയല്ല, കാലങ്ങളായിട്ടുണ്ട്. കേരള ഗവൺമെന്റിനേക്കാൾ സത്യം പറഞ്ഞ് തൊട്ടെണ്ണിയാൽ ആസ്തി കത്തോലിക്ക സഭയ്ക്കുണ്ട്. എപ്പോഴെങ്കിലും ജസ്റ്റിസ് കൃഷ്ണയ്യരോ സുകുമാര അഴീക്കോടോ അല്ലെങ്കിൽ ആ പരമ്പരയിൽ പെടുന്നവരോ ആ പണം കേരളത്തിന്റെ പൊതുവായ നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും ആ ആത്മാർത്ഥതയോടെയുള്ളതാണ് നമുക്കറിയാം. കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾക്ക് എങ്ങനെ വന്ന പണമായാലും സഹസ്രാവധി കോടിയുടെ സമ്പത്ത് എങ്ങനെ വന്നതായാലും അവരുടെ കയ്യിലുണ്ട്. കേരളത്തിന്റെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം വിവരാവകാശ നിയമപ്രകാരം മേടിക്കുക അത്ഭുതപ്പെട്ടു പോകുന്നു. ഭൂമിയുടെ അവകാശം എവിടെ നിൽക്കുന്നു എന്നുള്ളത് കേരളത്തിൽ നിന്ന് തൊട്ടാനുള്ള വിലയാണ് ഭൂമിക്കെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾക്ക് നാട്ടിലെ ഭൂമി ഉണ്ടെങ്കിൽ വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടെങ്കിലും ആൾ അമേരിക്കയിലെത്തും. ചിലപ്പോ ആകെ മറ്റേ എന്താ പറയുക ചളി കെട്ടിക്കിടക്കണ വെള്ളക്കെട്ടണ ആയിക്കോട്ടെ 10 സെന്റുണ്ട് 10 കോടി എന്നാൽ സാറ് വരുമോന്ന് ചോദിച്ച് ഇവിടെ വരും. ചിലപ്പോ നിങ്ങൾക്ക് ബോധക്കേട് വരും. ആൾക്കാർക്ക് 10 കോടിയോ അത് നിങ്ങളുടെ എടുക്കുക എന്നതാണ് ലക്ഷ്യം. നിങ്ങൾ 10 കോടിക്ക് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ 10 കോടിയായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. അങ്ങനെ സഹസ്രാവധി കോടിയുടെ മുതൽ മുസ്ലിം സംഘടനകൾക്കുണ്ട്. ഇവരാരെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തിരുവാഭരണങ്ങൾ കണ്ടെത്തുന്നത് വരെ ഒരിക്കലെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആ പണം കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി വീതിക്കണമെന്നുള്ളത്? സോഷ്യലിസത്തിന് വേണ്ടി ഹിന്ദുവിന്റെ ഭൂമിയെല്ലാം പിടിച്ചെടുത്ത മണ്ണാണ്. പറഞ്ഞും കേട്ടും നമുക്കറിയാവുന്ന കാര്യമാണ്. ഭൂമിയില്ലാത്തവന് ഭൂമി കൊടുക്കാൻ വേണ്ടി, പണമില്ലാത്തവൻ അല്ലെങ്കിൽ അവസരങ്ങളില്ലാത്തവൻ അത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടെ കാലത്തും പൈകിളിയെ എന്ന് പറഞ്ഞിട്ട് സോഷ്യലിസത്തിന്റെ പേരില് ഭൂമി പിടിച്ച് ഓരി വെച്ചാണ്. 2 ചാക്ക് നെല്ല് ശേഖരിച്ചിട്ട് അത് കുറ്റമായിരുന്ന ഒരു കാലത്ത് കേരളത്തിൽ 2 ചാക്ക് നെല്ല് ശേഖരിച്ചതിന്റെ പേരില് കോഴിക്കോട് ജില്ലയിൽ ഓഞ്ചിയിട്ട് വെടിവെപ്പുണ്ടായിട്ടുണ്ട്. വടകരക്കടുത്ത് ഓഞ്ചിയിട്ട് 2 ചാക്ക് നെല്ല് സംഭരിച്ചു വെച്ചതാണ് അതിന്റെ തുടക്കം. അതിന്റെ പേരിൽ വെടിവെപ്പുണ്ടായിട്ടുണ്ട്. ഇന്ന് ആയിരക്കണക്കിന് കോടിയുടെ സമ്പത്തുമായി നിൽക്കുമ്പോൾ ഇവരാരും പറയുന്നില്ല പിടിച്ചെടുക്കണം മതസംഘടനകൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തിനാ സമ്പത്ത് പിടിച്ചെടുക്കണം, പാവപ്പെട്ടവർക്ക് വീതിക്കണം. എന്റെ സംശയം ഉറുപ്പയ്ക്ക് 100 പൈസ തന്നെ അന്വേഷിക്കും എല്ലായിടത്തും. ചിലയിടത്ത് 90 പൈസയും ചിലയിടത്ത് 110 പൈസയാണോ. പക്ഷെ പത്മനാഭസ്വാമിയുടെ സ്വത്ത് എന്ത് ചെയ്യണം? പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കണം. എങ്ങനെ വീതിക്കണം എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതങ്ങനെ ഉരുക്കി തൂക്കിയിട്ട് ഓരോ പണത്തൂക്കായിട്ട് എല്ലാവരുടെ കയ്യിലും കൊടുത്താൽ മതിയാവൂ, അതോ വിറ്റിട്ട് കിട്ടുന്ന പണം എല്ലാവരുടെ കയ്യിലും കൊണ്ടുവച്ച് കൊടുത്താൽ മതി? ഇനി അത്തരത്തിലുള്ള മറ്റേ ക്ലാരിഫിക്കേഷനും കൂടി കിട്ടുന്നു. വേറെ എല്ലാവരുടെ സംശയമില്ല, ചെയ്യേണ്ടത് ഇന്ന വിധത്തിലാണ്. മറ്റു പലരും പറയുന്നു മ്യൂസിയത്തിലേക്ക് മാറ്റാം, കുഴപ്പമില്ലാത്ത അവസ്ഥ. പക്ഷെ നമുക്ക് ചോദ്യമുണ്ട്, ആരുടെ മ്യൂസിയത്തിലേക്ക്? സർക്കാരിന്റെ മ്യൂസിയത്തിലേക്ക്. പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് സർക്കാരിന്റെ മ്യൂസിയത്തിലേക്ക് പത്മനാഭസ്വാമിയുടെ സമ്പത്ത് അത്രയും മാറ്റി വളരെ മതപരമായ പ്രാധാന്യം കിടക്കട്ടെ, ചരിത്രപരമായ പ്രാധാന്യം കിടക്കട്ടെ, അതിന്റെ മൂല്യം സംരക്ഷിക്കാൻ. ഇത് സംരക്ഷിക്കാൻ അവർക്കാകുമോ? എങ്കിൽ എവിടെ മഹാത്മാഗാന്ധിയുടെ കണ്ണടയാണ് സംരക്ഷിച്ചത്? രാഷ്ട്രത്തിന്റെ പിതാവ് സ്ഥാനം നൽകിയിട്ട് രാഷ്ട്രത്തിന്റെ ഏറ്റവും ആദരണീയനായ വ്യക്തിയായി പ്രഖ്യാപിച്ചൊരു വ്യക്തിയുടെ നിസ്സാര കണ്ണട, വേറൊന്നുമില്ല. അല്ല സ്വർണ്ണമില്ല, വെള്ളിയില്ല, ഒന്നുമില്ല. എവിടെ പോയി മഹാത്മാഗാന്ധിയുടെ കണ്ണട? ടാഗോറിന്റെ കീർത്തിമുദ്ര, കുമാരനാശാന്റെ പട്ടുമളയും, പഴശ്ശിരാജാവിന്റെ പല്ലക്ക്, പഴശ്ശിരാജാവിന്റെ ചെമ്പോല, ഇതെവിടെയെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കും? സർക്കാർ സംരക്ഷിച്ചിരുന്നത്, മ്യൂസിയങ്ങളിൽ സംരക്ഷിച്ചിരുന്നത്, ചരിത്രപരവും പൗരാണികവുമായ പ്രാധാന്യം കൊണ്ടുകൊണ്ട് ആ കുടുംബങ്ങൾക്ക് പോലും കൊടുക്കാതെ അത് സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട്. എവിടെയെന്ന് പറയാൻ പറ്റും? കഴിഞ്ഞില്ല. വനനിയമപ്രകാരം പിടിച്ചെടുത്ത ക്ഷേത്രങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത കാടുകളുണ്ട്. ഇന്ന് കാടകട മക്കളെ മേടവിട മക്കളെ എന്നുള്ള കരച്ചിലല്ലാതെ കാട് വീടൊന്നും കാണാനില്ല. ലക്ഷക്കണക്കിന് ഏക്കർ കാട് പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത കൃഷിസ്ഥലങ്ങളുണ്ട്. അവസാനം കേസ് ഹൈക്കോടതിയിലെത്തിയപ്പോൾ വിശദാംശങ്ങൾ പറയുമ്പോൾ കൊല്ലം വർഷമൊന്നും പറയില്ല. ഹൈക്കോടതിയിലെടുത്ത് കേസെത്തിയപ്പോൾ, കാരണം ഈ പിടിച്ചെടുത്ത വനഭൂമിയിൽ നിന്നെതിരെ കേസ് പോയപ്പോൾ അതിന് വനവകുപ്പിനോട് ചോദിച്ചപ്പോൾ അവരൊരു ഉത്തരം, ഹൈക്കോടതി അവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ വനവകുപ്പ് കൊടുത്തൊരു ഉത്തരവുണ്ട്, വളരെ രസമാണ്. അത് പണ്ടൊരു അലക്കുകാരി പറഞ്ഞ മാതിരിയാണ്. അലക്കുകാരി എങ്ങനെയോ കഷ്ടകാലത്തിന് മഴ വന്നപ്പോൾ അലക്കിയതൊക്കെ കൂടി വലിച്ചു വന്ന് അലക്കാത്തതിന്റെ കൂടെ
പിന്നെ അതിന്റെ മുമ്പിൽ എന്നിട്ട് നെഞ്ചത്തടിച്ച് ഭഗവാൻ വെച്ചിട്ട് ഭഗവാനെ ഇതിന് അലക്കിയതും അലക്കാത്തതെന്ന് തിരിച്ചറിഞ്ഞ് തന്നിരുന്നെങ്കിൽ അങ്ങനെ അത്ര കേമാണ് അലക്കി. അതുകൊണ്ട് അലക്കിയതും അലക്കാത്തതെന്ന് തിരിച്ചറിഞ്ഞ് തന്നിരുന്നെങ്കിൽ പറഞ്ഞ നെഞ്ചത്തടിച്ച് കരഞ്ഞത്രേ. അതുമാതിരി വനവകുപ്പ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇപ്പോ വനഭൂമിയല്ല, റവന്യൂ ഭൂമിയല്ല, ക്ഷേത്രം കൂടെ പിടിച്ചെടുത്തത് ഏതോ ഒരു പിടുത്തമില്ല. അപ്പൊ അന്ന് അങ്ങനെ തന്നെ തൊട്ടേ എന്ന് കുറഞ്ഞു. അങ്ങനെ തന്നെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ല, പിടിച്ചെടുത്തതിനും കണക്കില്ല, കൊടുക്കാത്തതിനും കണക്കില്ല. പക്ഷെ ഇന്ന് അതെവിടെ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇടിച്ചു പൊളിക്കുന്നത് വേദനയോടെ കണ്ടവരുണ്ട്, അങ്ങനെ വേണമെന്ന് പറഞ്ഞവരുണ്ട്. ഇതിലൊന്നും ചർച്ച ചെയ്യാത്തൊരു വസ്തുതയുണ്ട്. ഇതൊക്കെ തന്നെ ക്ഷേത്രങ്ങളുടെയും ഹൈന്ദവ കുടുംബങ്ങളുടെയും ഒക്കെ സമ്പത്തായതുകൊണ്ട് പിടിച്ചെടുത്തത് ഇതിനു വേണ്ടിയായിരുന്നു. ഈ ബജറ്റിന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്, കയ്യേറിയവർക്കൊക്കെ പട്ടയം കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. കൃഷിയെ പരിസ്ഥിതിയിൽ നിന്നും വനത്തിൽ നിന്നും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ വല്ല വേടിയുണ്ടോ റബ്ബർ തൈയൊക്കെ കേട് കൂടി, റബ്ബർ തൈയൊക്കെ കയറിയാൽ ഏത് കാടും വേടും സ്വന്താക്കാം. കാരണം കൃഷിയെ ഇതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ആദ്യം ഒഴിവാക്കി നെല്ലും തെങ്ങും പറഞ്ഞുമാവും വെച്ച് ബാക്കിയൊക്കെ ഒഴിവാക്കി. ഇപ്പൊ വീണ്ടും പറഞ്ഞ കൃഷിയെ മൊത്തമായി ഒഴിവാക്കിയിട്ടുണ്ട്. വന നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, പരിസ്ഥിതി നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ സാധിക്കും. അന്ന് എന്ത് അങ്ങനെ ക്ഷേത്രങ്ങൾക്ക് ഒരു ഒഴിവ് കൊടുക്കാത്തത്? അപ്പൊ ആ പിടിച്ചെടുത്ത വനഭൂമിയല്ലേ അവ എന്ത് വിശ്വസിച്ച് സർക്കാരിന്റെ മ്യൂസിയങ്ങളിലേക്ക് പുരാവസ്തു വകുപ്പിലേക്ക് ഇത് പോയിക്കൊള്ളട്ടെ എന്ന് ഹൈന്ദവ സമാജത്തിന് തീരുമാനിക്കാൻ കഴിയും? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കേരള സർക്കാരിനോട് ബഹുമാനപ്പെട്ട പൊതുനമ്പരാക്കം ശരിയായ കാരണം അപ്പൊ ഏതായാലും അഭിപ്രായം പറയാൻ പറഞ്ഞു. ആരും അഭിപ്രായം രേഖപ്പെടുത്തി. കേരളത്തിൽ ഭരിക്കുന്ന ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് 9 മന്ത്രിസ്ഥാനം, കാരണം ഗണേഷ് കുമാറിന്റെ പാർട്ടിയിൽ ഭാഗത്ത് കൊടുക്കാനില്ല. അങ്ങനെ ഓരോരുത്തരെ നോക്കിയാൽ ഒറ്റയാൾ പട്ടാളം ഉള്ളതുകൊണ്ട് 9 ഹിന്ദു മന്ത്രിമാരെ വെച്ച ഈ ഗവൺമെന്റ് ഇവരാണ് കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സർക്കാരിന്റെ ക്ഷേത്രത്തിലെ മുതൽ എന്ത് വേണമെന്നുള്ള അഭിപ്രായം കൊടുക്കാൻ സാധിക്കില്ല. ഞാൻ ഹിന്ദുവാണ് എന്ന് രഹസ്യമായി മാത്രം എഴുതി ഒപ്പിട്ട് കൊടുക്കുന്ന പ്രതിപക്ഷത്തുള്ള 46 എംഎൽഎമാരടക്കം 40, 20, 60 അവരെ 72 ഹിന്ദു എംഎൽഎമാര് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇരിക്കുന്നത്. ഇവരുടെ ആർക്ക് ഹിന്ദുവിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി അഭിപ്രായം രേഖപ്പെടുത്താൻ കഴിയും? വ്യക്തിപരമായ താല്പര്യം സംരക്ഷിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാകും. പക്ഷെ അവരെ നയിക്കുന്നത് അവരുടെ പാർട്ടിയാണ്, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. അപ്പോ അവരാണ് കേരള സർക്കാരിന് വേണ്ടി അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. ജനാധിപത്യമാണ് നടക്കുന്നതെങ്കിൽ ആരെയാണോ ബാധിക്കുന്നത് അവരല്ലേ അഭിപ്രായം പറയേണ്ടത്? അവരുടെ അഭിപ്രായം സ്വരൂപിച്ചിട്ടല്ലേ സർക്കാരിന്റെ അഭിപ്രായം കൊടുക്കേണ്ടത്? കാരണം ഈ ക്ഷേത്രത്തിന്റെ ഈ സമ്പത്ത് എന്ത് ചെയ്യണമെന്ന് ഔദ്യോഗികമായി അറിയിക്കേണ്ടത് സർക്കാരായിരിക്കാം. പക്ഷെ സർക്കാർ അതിനു മുൻപ് സുപ്രീം കോടതിയിലേക്ക് ഇങ്ങനൊരു വിവരം കൊടുക്കുന്നതിന് മുൻപ് സർക്കാർ ചെയ്യേണ്ട ചില പ്രാഥമികമായ കടമകളുണ്ട്. ആ അഭിപ്രായം എങ്ങനെയെന്നത് സ്വരൂപിക്കണം ബന്ധപ്പെട്ടവരിൽ നിന്ന്. ആരാ ഇവിടെ ബന്ധപ്പെട്ടവര്? ഹിന്ദു അല്ലാതെ വേറെ ബന്ധപ്പെട്ടവരില്ല. കേരളത്തിലെ ഹിന്ദു സാമുദായിക സംഘടനകള്, കേരളത്തിലെ ഹിന്ദു സംഘടനകള്, കേരളത്തിലെ ക്ഷേത്ര ഭാരവാഹികള്, ഇവരിൽ നിന്നൊരു അഭിപ്രായ സമന്വയം നടന്ന അഭിപ്രായ രൂപീകരണം നടത്താൻ കേരള ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ കൊടുക്കുന്ന ഏത് അഭിപ്രായമായാലും അത് ഹിന്ദുവിനെ പ്രതിനിധീകരിക്കുന്ന അഭിപ്രായമാണ്. കാരണം ഹൈന്ദവ സമാജത്തിലെ ജനാധിപത്യം എന്ന് പറഞ്ഞാല് നമുക്ക് വേണ്ടി മുകളിലുള്ളവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നതല്ല ജനാധിപത്യം. ജനങ്ങളുടെ അഭിപ്രായം എത്തേണ്ടിടത്ത് എത്തിക്കുന്നതിനാണ് ജനാധിപത്യം എന്ന് പറയുക. കാരണം ഇന്ത്യൻ പ്രസിഡന്റ് പ്രതിഭാ പാട്ടീൽ ഇന്ത്യയുടെ ഫസ്റ്റ് പേഴ്സൺ ആണ്, കുഴപ്പമില്ല, ആയിക്കോട്ടെ. എന്റെ വാർഡിന്റെ പ്രതിനിധി ആരായിരിക്കും തീരുമാനിക്കാൻ എനിക്കുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനില്ല. അതാണ് ജനാധിപത്യം എന്ന് പറഞ്ഞാല്. കാരണം എനിക്ക് വോട്ടവകാശമുണ്ട്, പ്രതിഭാ പാട്ടീലിന് എന്റെ വാർഡിൽ വോട്ടവകാശമില്ല. അപ്പൊ ഞാനാണ് അവിടെ കൂടുതൽ അധികാരമുള്ളത്. എന്റെ വാർഡിന്റെ പ്രതിനിധി ആരായിരിക്കണം, അതിനോട് എന്റെ പഞ്ചായത്തിന്റെ ഭരണം എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാൻ ഒരു വോട്ടർ എന്ന നിലയിൽ എനിക്കുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനില്ല. അപ്പോ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട കക്ഷികളുമായി ചർച്ച ചെയ്ത് ആരെയാണോ ഇത് ബാധിക്കുന്നത് അവരുടെ അഭിപ്രായമാണ് സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ എത്തേണ്ടത്. നിർഭാഗ്യവശാൽ അങ്ങനെയൊരു ശ്രമം ഇതുവരെ നടന്നതായി നമ്മൾ ആരും കാണുന്നില്ല. സംഘടനകൾക്ക് നമുക്കൊരു പങ്കുമില്ല. നമ്മളെല്ലാം തന്നെ ഞാൻ താൻ വേണം എന്ന് പറഞ്ഞ് എല്ലാവരും നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും അധകൃതരാണെന്നുള്ളതാണ് സത്യം.
എല്ലാ ഹൈന്ദവ സമുദായ സംഘടനകളും ഇത്തരം ഘട്ടം വരുമ്പോൾ എല്ലാവരും അധകൃതരാണ്. ഗവൺമെന്റിന്റെ മുന്നിൽ രാത്രി നട്ടപ്പാതിര നേരത്ത് തലയിൽ മുണ്ടിട്ടല്ലാതെ രാഷ്ട്രീയക്കാർക്കൊന്നും നമ്മൾ എത്ര കേമനാണെങ്കിലും കേമനല്ലെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരില്ല. പണ്ടും രാത്രി മാത്രം വരുന്ന ബന്ധങ്ങൾക്ക് വലിയ അവകാശവും അധികാരമൊന്നുമില്ല. അത് വെളിച്ചായ പോയി അങ്ങനെ ബന്ധമില്ലല്ലോ. നാലാൾ അറിഞ്ഞ ബന്ധത്തിനെ അവകാശമുള്ളൂ, നാലാൾ അറിഞ്ഞ ബന്ധത്തിനെ അധികാരമുള്ളൂ. മറ്റത് വെളിച്ചായ മാറ്റി പറയാം. സംഗതി യാതൊരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടില്ലാതെ വന്നവർക്ക് വന്ന പോലെ പോവാം. അത്തരമുള്ള ചില ബന്ധങ്ങളല്ലാതെ അതിനപ്പുറമുള്ള അന്തസ്സോ ആഭിജാത്യമോ നമുക്ക് ആർക്കും കിട്ടുന്നില്ല എന്നതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരേ തരത്തിൽ അധികൃതരാണ്. അതല്ല എങ്കിൽ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ വിളിച്ച് സംസാരിക്കേണ്ടിയിരിക്കുക. ഭരണകൂടം അതല്ലേ മര്യാദ. സാമുദായിക സംഘടനകളെ, ഹൈന്ദവ സംഘടനകളെ, ക്ഷേത്രഭാരവാഹികൾ, ഇങ്ങനെ സന്യാസി ശ്രേഷ്ഠന്മാരെ, ഇങ്ങനെ പല തലങ്ങളിലും ചർച്ച നടത്തി അഭിപ്രായം രൂപീകരിച്ചിട്ടാണ് അറിയിക്കേണ്ടത്. വാളെടുത്തോടൊക്കെ വിളിച്ചപ്പോഴോ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ്. ഹിന്ദു ഐക്യവേദിയുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടണം, അവിടെ തന്നെ അഭിപ്രായം സ്വരൂപിക്കണം. അതായിരിക്കും ഹിന്ദു ഐക്യവേദിയുടെ അഭിപ്രായമായിട്ട് അറിയിക്കണം. അങ്ങനെ ഓരോ സംഘടനകളുടെയും അഭിപ്രായം ചോദിച്ചതിന് ശേഷമാണ് ഇത്രയും വലിയ കാരണം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു സംഗതി. അപ്പൊ അവിടെ നമ്മൾ തിരിച്ചറിയുന്നു പുറത്തേക്ക് 100 പൈസ അല്ല എന്നുള്ളത്. ചില സ്ഥലങ്ങളിൽ 90, ചില സ്ഥലങ്ങളിൽ 95 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകാവുന്ന ഒരവസ്ഥയുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ, കേരളത്തിലെ തന്നെ പൊതുവെ ദക്ഷിണേന്ത്യയിൽ മുഴുവൻ തന്നെ നമുക്ക് പറയുന്നത് പലരുടെയും കറവപ്പശുണ്ട്. ക്ഷയവും ക്ഷതവും ഇല്ലാതാക്കേണ്ട കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ആരുടെ? ദൈവത്തിന് ക്ഷയവും ക്ഷതവും വരില്ല, ദൈവത്തിന് പരിക്കുന്നില്ല, ഇല്ലായ്മയും വരും. അപ്പൊ തീർച്ചയായും ഭക്തനെയാണ്, സമാജത്തിന്റെയാണ്, പ്രകൃതിയുടെയാണ്, പരിസ്ഥിതിയുടെയാണ്. നമുക്ക് വ്യക്തികളെ മാത്രം കരുതണ്ട. അപ്പൊ കാരണം ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ളതാണ് ക്ഷേത്രങ്ങൾ. പുല്ലിനും പുഴുവിനും പുൽച്ചാടിക്കും വരെ മോക്ഷത്തിന് അർഹതയ്ക്കാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ അതിന് ഏറ്റവും ആദ്യത്തെ ഘടകമായ ഭക്തന്റെ ക്ഷയവും ക്ഷതവും നീക്കുക എന്നുള്ളതാണ് ക്ഷേത്രങ്ങൾക്ക് ചെയ്യാനുള്ള പരമപ്രധാനമായ കർത്തവ്യം. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ വരുമാനമുള്ള ക്ഷേത്രങ്ങളെ കൊണ്ട് അത്തരമൊരു പ്രയോജനം നമുക്ക് കിട്ടുന്നില്ല എന്നത് വളരെ വേദനയോടുകൂടി തിരിച്ചറിയും. അതെല്ലാം നമ്മൾ പറഞ്ഞ് സംഗീത കർമ്മം നടത്തുന്നത് അതിലേക്ക് കിടക്കില്ല. ഗുരുവായൂരെ വരുമാനം എന്ത് ചെയ്യുന്നു, ശബരിമലയുടെ വരുമാനം എന്ത് ചെയ്യുന്നു വെച്ചാൽ നിങ്ങൾ എന്നോട് ചോദിക്കാം, ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഇതിന് എപ്പോഴും ഒരു ഉത്തരത്തില്ല. നിങ്ങൾ എന്നെ കണ്ടപ്പോൾ ഗുരുവായൂരെ വരുമാനം എന്താ ചെയ്യുന്നത് ടീച്ചർ, ഞാൻ ചോദിക്കാം എന്താ ചെയ്യുന്നത്, ഗുരുവായൂരെ വരുമാനം എന്താ ചെയ്യുന്നത്, ഗുരുവായൂരപ്പൻ അറിയിക്കും, വേറെ ആർക്കുറയില്ലെങ്കിൽ എന്നുള്ള മനസ്സമാധാനത്തോടെ നമുക്ക് ഉള്ളിൽ എന്തൊക്കെയോ കത്തിക്കൊണ്ട് നമുക്ക് തിരിച്ചു പോകാം. ഇതൊരു സത്യം. അതിലേക്ക് കിടക്കുന്നില്ല. മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചിട്ട്, കാരണം HRC ആണ് മലബാർ ദേവസ്വം ബോർഡായത്, മലബാർ ഭാഗത്തെ ക്ഷേത്രങ്ങൾക്ക്. അതിനുശേഷം 126 ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കാൻ നോട്ടീസ് പുറപ്പെടുവിച്ചു. ദേവസ്വം ബോർഡിന്റെ കീഴിലില്ലാത്ത 126 ക്ഷേത്രങ്ങൾക്ക് നോട്ടീസ് പുറപ്പെടുവിച്ചു. അതിന് 26 ഗംഭീരമായിട്ട് മുന്നോട്ട് പോയി ഇതിപ്പോ കേസ് നടത്തി. ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാൻ പോകുന്ന ക്ഷേത്രങ്ങൾ, കാരണം എന്താണെന്ന് പറഞ്ഞാൽ നല്ല വരുമാനം വന്നാൽ ഉടനെ ഏറ്റെടുക്കുക എന്നുള്ളത്. അതിലെ മറ്റേ പാലക്കാട് കോട്ടയ്ക്കകത്തെ ആഞ്ജനേയ ക്ഷേത്രമുണ്ട്, കണ്ണൂര് മാടായിക്കാവുണ്ട്, കണ്ണൂർ തന്നെ മട്ടന്നൂർ ശിവക്ഷേത്രമുണ്ട്, അങ്ങാടിപ്പുറം തലി ശിവക്ഷേത്രമുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ഹിന്ദു രക്തം വേർപ്പൊഴുക്കി പിടിച്ചെടുത്ത അങ്ങാടിപ്പുറം, അല്ലെങ്കിൽ അതിന് നിർമ്മാണത്തിന് വേണ്ടി അത്രയും ത്യാഗം സഹിച്ച അങ്ങാടിപ്പുറം തലി ശിവക്ഷേത്രമുണ്ട്. ഇങ്ങനെ 26 ക്ഷേത്രങ്ങളിൽ നിന്ന് കേസ് കൂട്ടവുമായിട്ട് നടക്കുകയാണ്. അവിടെ വാദിക്കും പ്രതിക്കും കാശ് ചെലവാക്കുന്ന ഭക്തരാണ്. അതൊക്കെ അതിന്റെ വിരോധാഭാസം. അതൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഹിന്ദുവിനെ കൊണ്ട് അവിടെ സമരം ചെയ്യിച്ച് കേസ് കൊടുപ്പിച്ച് പല സ്ഥലങ്ങളിലും അമ്മമാര് കാവലിരിക്കും. കാരണം ഇതെങ്ങനെ ഏറ്റെടുക്കാൻ വരുമെന്ന് വിചാരിച്ച് നാമജപവുമായി ഈ പല ക്ഷേത്രങ്ങളുടെ രാമപകലുകൾ കാവലിരിക്കുന്ന അമ്മമാരെ കാണുമ്പോൾ ഹിന്ദുത്വത്തിന് ഭാവിയുണ്ടെന്ന് തീർച്ചയായും മനസ്സിലാകും. കോട്ടയ്ക്കകത്തെ ആഞ്ജനേയ ക്ഷേത്രം, പാലക്കാട് കോട്ടയ്ക്കകത്തെ ആഞ്ജനേയ ക്ഷേത്രം പിടിച്ചെടുക്കാൻ ഉത്തരവിട്ടപ്പോ അതിന് റവന്യൂ വകുപ്പ് വരാൻ തയ്യാറായപ്പോ 4 പുറത്തുനിന്ന് എങ്ങനെ അറിയില്ല ഭക്തരോട് ഓടിയെത്തി. അവര് പറഞ്ഞു ഞങ്ങളുടെ ശവം കൊണ്ട് ഈ കിടങ്ങ് നിറച്ചാൽ പോലും, കോട്ടയ്ക്കകത്തിൽ കിടങ്ങുണ്ട്, ഈ കിടങ്ങ് നിറച്ചാൽ പോലും ഈ ക്ഷേത്രം തൊടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ധീരതയോടുകൂടി ഇവിടുത്തെ ഭക്തജനങ്ങൾ എടുത്തില്ലായി. കഴിഞ്ഞില്ല. ഔപചാരികമായി അത് ഏറ്റെടുക്കുന്നതായി പ്രഖ്യാപിച്ചപ്പോ 1 മണിക്കൂറിനുള്ളിൽ പാലക്കാട് ജില്ലയിൽ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിൽ നിന്നും ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളെ പുറത്തേക്കാക്കി കൂട്ടി. ഒരു ക്ഷേത്രം നിങ്ങൾ അന്യായമായി ഏറ്റെടുത്താൽ ഇനി ഒരു ക്ഷേത്രവും നിങ്ങൾ ഭരിക്കേണ്ടെന്ന് ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ ഇതിന് പ്രതികരിക്കാൻ സാധിക്കും. ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ മുഴുവൻ ക്ഷേത്രങ്ങളിൽ നിന്നും ദേവസ്വം ബോർഡിന്റെ ആളുകളെ പുറത്തേക്കാക്കി ഭണ്ഡാരം കൂട്ടി വാതിലും കൂട്ടി ഇവരെ പുറത്തു നിർത്തി ഇതിനൊരു തീരുമാനമാകുന്നത് വരെ 3 മണിയോടുകൂടി അത് തൽക്കാലം ഏറ്റെടുക്കുന്നില്ല എന്നുള്ള നിലയ്ക്ക് പിന്മാറും. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ വേർപ്പൊഴുക്കി രക്തമൊഴുക്കി വേണമെങ്കിൽ ജീവൻ തന്നെ കളയാൻ തയ്യാറായിട്ട് ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുന്നു. ഇത്തരത്തിൽ ഇതിനെ ഏറ്റെടുക്കാൻ പോകുന്ന ദേവസ്വം ബോർഡുള്ള കേരളത്തിൽ ഞാൻ 1 മാസം മുൻപ് തിരുവനന്തപുരത്ത് പോയപ്പോ ഒരു കാഴ്ച ഉണ്ട്.
വിഴിഞ്ഞം പുതിയ പദ്ധതി വരുന്ന ആ വിഴിഞ്ഞം പോർട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ മറ്റേ ഈ മുക്കുവ കുടിലുകളൊക്കെ നിറയെ ഉള്ള ഒരു പ്രദേശത്ത് ഒരു 1/2 ഏക്കറോളം സ്ഥലം മതില് കെട്ടി തിരിച്ച് കാട് വളർത്ത്, സർക്കാരിന്റെ കാട് വളർത്ത് കേന്ദ്രമാണോന്ന് സത്യം പറഞ്ഞാൽ തോന്നിപ്പോകും. ആകാശം മുട്ടുന്ന കാടങ്ങനെ വളർന്നു നിൽക്കുന്നു. അതിന്റെ അടുത്തേക്ക് ചെന്ന് കാണാൻ വേണ്ടി ചെന്നതിന്റെയാണ് നല്ലൊരു ഇരുമ്പിന്റെ ഗേറ്റ് താഴെപ്പെട്ട് കൂട്ടിയിട്ടുണ്ട്. ഈ മറ്റേ പൊന്തയൊക്കെ ഒന്ന് ഞങ്ങളുടെ നാട്ടിൽ പൊന്താന്ന് കാട് ഇതൊക്കെ ഒന്ന് മാറ്റിയാല് നമുക്ക് ആ മറ്റേ ഗേറ്റിൽ നല്ല സുന്ദരമായ വചനങ്ങളുണ്ട്. വെറുതെ ഒന്നുമല്ല, ഗേറ്റില് അസലായിട്ട് ഇമ്പോർട്ടൻ വെച്ചിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രമാണത്. അതിന്റെ അകത്ത് 2 ശ്രീകോവിലുണ്ട്. നല്ല ഒളിഞ്ഞും വളഞ്ഞു നോക്കിയ ഒരു കേടുമില്ലാത്ത 2 ശ്രീകോവിലുകൾ അതിനകത്തുണ്ട്. ഒരു തിരി വെച്ചിട്ട് പതിറ്റാണ്ടുകളായി. ഒരു മനുഷ്യൻ ആ ഗേറ്റിന്റെ താഴെ തുറന്നിട്ട് പതിറ്റാണ്ടുകളായി. നല്ല രൂപത്തിൽ നടക്കുന്ന കോട്ടയ്ക്കകത്ത് ആഞ്ജനേയ ക്ഷേത്രം ഏറ്റെടുക്കാൻ വരുമ്പോ, അങ്ങാടിപ്പുറം തളിക്ഷേത്രം ഏറ്റെടുക്കാൻ വരുമ്പോ, മാടായിക്കാവ് ഏറ്റെടുക്കാൻ വരുമ്പോ, മട്ടന്നൂർ ക്ഷേത്രം ഏറ്റെടുക്കാൻ വരുമ്പോ എന്റെ അന്തിത്തിരി ഇല്ലാതെ കാട്ടിനുള്ളിൽ കിടന്ന് വീർപ്പ് മുട്ടുന്ന ഈ ഈശ്വരന്മാർക്ക് ഒരു തിരി കാണിച്ചു കൊടുക്കാൻ ദേവസ്വം ബോർഡിന് സാധിക്കാതെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തിനടുത്ത് ഇങ്ങനെയൊരു ക്ഷേത്രം ചിന്തിച്ചു നോക്കുക. ഞങ്ങളെ അവിടെ കണ്ടപ്പോ തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ വരുവാണെങ്കിൽ ഇതെങ്ങാനും നന്നാക്കാനുള്ള ശ്രമമാണോ എന്നുള്ള ധാരണ കടയുടെ ചുറ്റും ഇപ്പൊ ഹിന്ദു ഇല്ല. പിന്നെ രക്ഷിക്കാനാണില്ലാത്തവരല്ലേ രക്ഷിക്കേണ്ടത്. അവിടെ ദേവസ്വം ബോർഡിന് സാധിക്കുന്നില്ല ഒരു പൂജാരിയെ വെക്കാൻ. നാളെ എണ്ണയെ കൊണ്ട് അവിടെ ഒന്ന് തുറക്കാൻ ദേവസ്വം ബോർഡിന് ബാധ്യതയില്ല. ഇവിടെയാണ് നല്ല രൂപത്തിൽ നടക്കുന്ന ക്ഷേത്രം. കൊല മൂത്തു, കൊലയെപ്പറ്റി ഒരുപാട് പ്രതീക്ഷകൾ മക്കൾ അങ്ങനെ പങ്കുവെച്ചു. ആദ്യത്തെ പഴം എനിക്കായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നൊക്കെ മക്കള് പങ്കുവെച്ച സമയത്ത് ക്രൂരനായ ജന്മി കാര്യസ്ഥനുമായി വരികയും വാഴക്കൊല വെട്ടിയിട്ട് ഇത്ര വെച്ച് വളർത്തിയ കുടുംബാംഗങ്ങളോട് ഒരു പഴം വേണോ എന്ന് ചോദിക്കാതെ ആ മുഖത്തേക്കൊന്നും നോക്കാതെ തിരിഞ്ഞു നടക്കുകയും ചെയ്തപ്പോ മഹാകവി ആത്മരോഷത്തോടുകൂടി ചോദിച്ചു, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങതൻ പിന്മുറക്കാർ. കേരള വിളി കേട്ടു, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങതൻ പിന്മുറക്കാർ. മറ്റേ ദോഷം ചെയ്തോരും ചെയ്യാത്തവരെയായ ജന്മിയിൽ പേരുള്ളവരെ ഒക്കെ തന്നെ റേഷൻ കാർഡ് കക്ഷത്തിൽ വെപ്പിച്ചത് റേഷൻ കാർഡിന്റെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് അത്തരം ചോദ്യങ്ങളൊക്കെ ദുഷ്ടത ചെയ്തോരുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും. എല്ലാവരും കഷ്ടത്തെ റേഷൻ കാർഡ് വെച്ച് റേഷൻ കാർഡിന്റെ മുന്നിൽ നിന്നപ്പോ ഇതിനൊക്കെ പ്രതികാരമായി എന്ന് ഒരു പക്ഷേ കേരളം ചിന്തിച്ചിരിക്കാം. ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഇവിടെ നമ്മൾ ചിന്തിക്കുക, അന്ന് മലയപ്പുഴയിൽ വാഴ നട്ടത് പോലെ അങ്ങനെയാണ് കേരളത്തിലെ പല ക്ഷേത്രങ്ങളും നമ്മൾ ഉയർത്തിയത്. അന്തിത്തിരിയില്ലാതെ കടന്നിരുന്ന ക്ഷേത്രങ്ങൾ, ഇടിഞ്ഞ് പൊളിഞ്ഞു കടന്നിരുന്ന ക്ഷേത്രങ്ങൾ. എനിക്ക് എന്റെ നാട്ടിലെ ക്ഷേത്രത്തെ പറ്റിയിട്ടറിയാം. ഒരൊറ്റ വിഗ്രഹം പൂർണ്ണതയോടുകൂടി കഴിഞ്ഞ വർഷം വരെ ഞാൻ എന്റെ നാട്ടിൽ കണ്ടു തൊഴിച്ചിട്ടില്ല. എന്റെ കുട്ടിക്കാലം മുതൽക്ക് 10-40 വർഷത്തെ എന്റെ ഓർമ്മയിൽ പൂർണ്ണമായൊരു വിഗ്രഹം എന്റെ നാട് വിട്ടിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. നല്ല ഒരു 5-6 അടി ഉയരമുള്ള വലിയ ശിവലിംഗം, അത് ബെൽറ്റ് ഇട്ട് മുറുക്കിയിരിക്കുന്നു. ശിവ ബെൽറ്റ് ഇടാൻ തുടങ്ങിയെന്ന് ചിന്തിക്കേണ്ട, അത് 3 കഷ്ണം. ആ 3 കഷ്ണത്തിന് ഇരുമ്പിന്റെ ബെൽറ്റ് ഇട്ട് മുറുക്കിയതാണ് ശിവലിംഗം. മഹാവിഷ്ണുവിന്റെ കഴുത്തിന് സിമന്റിന്റെ പേസ്റ്റ് വെച്ചിട്ടാ കഴുത്ത് ഉറപ്പിച്ച് വെച്ചിരിക്കും. കഴുത്തിന്റെ അവിടെ പേസ്റ്റ് വെച്ചിട്ടുണ്ട്. ഗണപതിയുടെ തലയുടെ പോയിന്നൊരു അപാകത ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ ഗണപതിയുടെ തല വേറൊരു ഗണപതിയാണ്. ഒരു കൊച്ചു ഗണപതിയെ കിട്ടിയിട്ട് കൊണ്ടുപോയിട്ട് തലയിൽ വെച്ചിരിക്കുക. തലയിലെല്ലാം ഉണ്ട്, കയ്യും കാലും വയറൊക്കെ ഉണ്ട്, തലയിൽ അതേപടിയിരിക്കും. ഇതാണ് കഴിഞ്ഞ ഏപ്രിൽ മാസം വരെ ഞാനൊക്കെ കണ്ടിട്ടുള്ളത്. HRC എഴുതി കൊടുത്ത ക്ഷേത്ര ഊരാളന്മാർക്ക് ഗതിയിലാണ് എഴുതി കൊടുത്ത ക്ഷേത്രം. പക്ഷേ കഴിഞ്ഞ വർഷം വരെ ഒരു മനുഷ്യൻ ദേവസ്വം ബോർഡിന്റെയോ HRCയുടെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വന്നിട്ടില്ല. നാണയമില്ല, കൊണ്ട് തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. ഒരുപാട് വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഞങ്ങൾക്ക് ആ ക്ഷേത്രത്തെ പറ്റിയില്ല. ഊരാളന്മാർ പട്ടിണി കൊണ്ട് ഗതി കെട്ടി നാട് വിട്ടുപോയി. പട്ടിണി കൊണ്ട് ഗതി കെട്ടിട്ട് നാട് വിട്ടുപോയി. അതിനുശേഷം അടഞ്ഞു കിടന്നു. നാട്ടുകാരൊക്കെ കൂടി തുറപ്പിച്ചു. തുറന്നപ്പോ ആദ്യം പൂജാരിക്ക് ശമ്പളം കൊടുക്കാൻ വഴി ഞാൻ 3 മാസം കഴിഞ്ഞപ്പോൾ അയാൾ എറിഞ്ഞു പോയി. ഞാൻ കണ്ടിട്ടുണ്ട് താക്കോൽ പ്രസിഡന്റിന്റെ നമ്പറിലേക്ക് എറിഞ്ഞു പോയത്. അയാൾക്ക് റേഷൻ വാങ്ങുന്നില്ല, കാശ് കൊടുക്കാൻ വഴിയില്ല, ശമ്പളം കൊടുക്കാൻ വഴിയില്ല, എറിഞ്ഞു പോയിട്ടുണ്ട്. എണ്ണ വാങ്ങാൻ വഴിയില്ലാണ്ട് അടച്ചിട്ടിട്ടുണ്ട്. കണ്ടവരുടെ അടുക്കളയിൽ പോയിട്ട് പപ്പടം കാച്ചാൻ വെച്ച എണ്ണ എരന്ന് കൊണ്ടുവന്നിട്ട് തിരി നനച്ച നാളുകളുണ്ട്. വന്നിട്ടില്ല HRC. ഒരു ഭരണകൂടം വന്നിട്ടില്ല. പക്ഷെ ഇപ്പോ ഇന്നിങ്ങനെയൊക്കെ ട്രസ്റ്റി ബോർഡുണ്ട്. ക്ഷേത്രത്തിന്റെ എല്ലാം കഴിഞ്ഞ് പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞപ്പോ ദേ വരുന്ന നോട്ടീസ്, സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ലിസ്റ്റ് സമർപ്പിക്കണം.
ആ കോലത്തിൽ അത് നന്നാക്കാതിരുന്നെങ്കിൽ ഒക്കെ ജംഗമോ സ്ഥാവരം കാരണം പൊട്ടിപ്പൊളിഞ്ഞ 2 ലക്ഷങ്ങളും ഇതൊക്കെയായിരുന്നു നമുക്ക് സ്ഥാവരവും ജംഗമവും. ഇപ്പൊ ഭക്തജനങ്ങളൊക്കെ കൂടെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അതിനൊരു ക്ഷേത്രമാക്കി മാറ്റിയപ്പോൾ വരുന്നു. ഇത് തന്നെയല്ലേ വാഴപ്പുഴയിൽ നമ്മൾ കണ്ടത്? നമ്മൾ നട്ട് നനച്ച് നമ്മുടെ വിയർപ്പിന്റെ വില കൊടുത്ത് ഓരോ ക്ഷേത്രം ഉയർത്തിയപ്പോൾ എന്തുമാത്രം നമ്മൾ അതിനു വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആരും സമ്പന്നരായിരുന്നു. ഇന്നത്തെ അവസ്ഥയിലല്ല ക്ഷേത്രങ്ങളൊന്നും അന്ന് ഉയർത്തിയത്. വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ആ ക്ഷേത്രങ്ങളൊക്കെ ഉയർത്തി ഈ സമ്പത്ത് കാലത്ത് കൊലവെട്ടാൻ വരുന്ന സർക്കാർ ജന്മികളാണ്. പുത്തൻ ജന്മിത്വത്തെ പ്രതിനിധികളുടെ നോട്ടീസ്, സ്ഥാവര ജംഗമ വസ്തുക്കളുടെ ലിസ്റ്റ് സമർപ്പിക്കണം. ആ കോലത്തിൽ അത് നന്നാക്കാതിരുന്നെങ്കിൽ ഒക്കെ ജംഗമോ സ്ഥാവരം കാരണം പൊട്ടിപ്പൊളിഞ്ഞ 2 ലക്ഷങ്ങളും ഇതൊക്കെയായിരുന്നു നമുക്ക് സ്ഥാവരവും ജംഗമവും. ഇപ്പൊ ഭക്തജനങ്ങളൊക്കെ കൂടെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അതിനൊരു ക്ഷേത്രമാക്കി മാറ്റിയപ്പോൾ വരുന്നു. ഇത് തന്നെയല്ലേ വാഴപ്പുഴയിൽ നമ്മൾ കണ്ടത്? നമ്മൾ നട്ട് നനച്ച് നമ്മുടെ വിയർപ്പിന്റെ വില കൊടുത്ത് ഓരോ ക്ഷേത്രം ഉയർത്തിയപ്പോൾ എന്തുമാത്രം നമ്മൾ അതിനു വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആരും സമ്പന്നരായിരുന്നു. ഇന്നത്തെ അവസ്ഥയിലല്ല ക്ഷേത്രങ്ങളൊന്നും അന്ന് ഉയർത്തിയത്. വളരെ വളരെ ബുദ്ധിമുട്ടിയിട്ട് ആ ക്ഷേത്രങ്ങളൊക്കെ ഉയർത്തി ഈ സമ്പത്ത് കാലത്ത് കൊലവെട്ടാൻ വരുന്ന സർക്കാർ ജന്മികളാണ്. പുത്തൻ ജന്മിത്വത്തെ പ്രതിനിധീകരിക്കുന്നത് കോട്ടക്കൽ കാഞ്ചനേയ ക്ഷേത്രമാണെങ്കിലും മട്ടന്നൂർ ക്ഷേത്രമാണെങ്കിലും മാടായിക്കാവാണെങ്കിലും അങ്ങാടിപ്പുറം കളിക്ഷേത്രമാണെങ്കിലും സുൽത്താൻ ബത്തേരി ഗണപതി ക്ഷേത്രമാണെങ്കിലും അങ്ങനെയുള്ള ഈ 126 ലിസ്റ്റിലുണ്ട്. ഈ ക്ഷേത്രങ്ങളൊക്കെ തന്നെ വരുമാനമാകുമ്പോൾ കുലവെട്ടാൻ വരുന്ന സർക്കാർ ജഡ്ജിയെ കാണുമ്പോൾ മനസ്സിന് ചോദ്യം വരുന്നില്ലേ? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നമ്മളുടെ പിന്മുറക്കാർ? നിങ്ങളുടെ എന്ന് പറയുന്നത് നമ്മളുടെ പിന്മുറക്കാർ. ഇതിനൊക്കെ പ്രതികാരം നമ്മുടെ മനസ്സിൽ ഓരോ നിമിഷവും ആ ചോദ്യം ഉണ്ടാകണം. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നമ്മളുടെ പിന്മുറക്കാർ? എന്തുകൊണ്ട് നല്ലതല്ലാത്ത രീതിയിൽ നടക്കുന്ന ഒരു ക്ഷേത്രം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം, അന്തിതിരി വെക്കാനുള്ള മനസ്സാണെന്ന്. പക്ഷെ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരാൻ എന്തുകൊണ്ട്? കാരണം എന്താ? ആഗമാനന്ദ സ്വാമികൾ ദേവസ്വം ബോർഡ് എന്ന സംവിധാനത്തെ പറ്റിയിട്ട് അതിന്റെ രൂപവും ഭാവവുമായപ്പോ കേരളം മുഴുവൻ നടന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഹൈന്ദവ സമാജത്തോട്, ഒരു കാരണവശാലും ഈ ദേവസ്വം ബോർഡ് എന്ന സംവിധാനം ഈ രൂപത്തിൽ അംഗീകരിക്കരുത്. കാരണം ഇത് MLA മാരാണ് വോട്ട് ചെയ്യുന്നത്. MLA ഒരിക്കലും ഹിന്ദുവിന്റെ മാത്രം വോട്ട് കൊണ്ട് ജയിക്കുന്നവരല്ല. അവർക്ക് ഹിന്ദുക്കളുടെ താല്പര്യം കൂടി സംരക്ഷിക്കണം. അതുകൊണ്ട് അവരുടെ രൂപ അല്ലെങ്കിൽ അവരുടെ അധികാര പരിധിയിൽ വരരുത് ക്ഷേത്രത്തിന്റെ ഭരണമെന്ന് കരഞ്ഞു പറഞ്ഞു. ഇന്ന് നമ്മളത് ഏറെക്കുറെ അനുഭവിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ മച്ചാട് എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. വെറുതെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ എനിക്ക് അതിപരമുള്ള അറിവൊന്നുമില്ല. ഈ മച്ചാട് എന്ന ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമാണ്. ആ ദേവസ്വം ബോർഡ് ഓഫീസറുടെ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു ക്ഷേത്ര ഭരണസമിതി തെരഞ്ഞെടുത്തു. ക്ഷേത്രത്തിന്റെ ഒരു ഉപദേശക സമിതി തെരഞ്ഞെടുത്തു. പക്ഷെ ഉപദേശക സമിതി തെരഞ്ഞെടുത്തിട്ട് അതിന് അംഗീകാരം കൊടുത്ത് അതിനെ മഷി വറ്റുന്നതിന് മുമ്പ് അന്നത്തെ വടക്കാഞ്ചേരി MLA ആയിരുന്ന സഖാവ് മൊയ്തീൻ, അദ്ദേഹം അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടന്നപ്പള്ളിക്ക് ഒരു കത്താണ്. ഇതിന്റെ മഷി മാറുന്നതിന്റെ ഒരു കത്ത് ആ മറ്റേ ഉപദേശക സമിതി മുഴുവൻ പിരിച്ചുവിടുന്നു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ആളുകളെ അതിലേക്ക് എടുക്കണം എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റാണ് സമർപ്പിച്ചു. അദ്ദേഹം വേഗം അതിന്റെ അടിയിൽ ഗ്രാൻഡ് എന്ന് പറഞ്ഞു. ആദ്യത്തെ ഭരണസമിതി ദേവസ്വം ബോർഡ് ഓഫീസറുകൾ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് അദ്ദേഹം ചെയ്തതാണ്. അത് നോക്കി പുറത്തിട്ടു മൊയ്തീന്റെ ലിസ്റ്റാണ്. മൊയ്തീൻ ഞാൻ ഈ പറയുന്ന ആളുകളെ ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതിയാണ്. ചിന്തിച്ചു നോക്കുക, മച്ചാട് ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതി ആരായിരിക്കണം എന്ന് തീരുമാനിക്കാൻ ക്ഷേത്ര വിശ്വാസിയല്ലാത്ത മൊയ്തീൻ എന്താ അവകാശം? മച്ചാട് ക്ഷേത്രത്തിന്റെ ഭരണസമിതി ആരായിരിക്കണം എന്ന് തീരുമാനിക്കാൻ ആ മച്ചാട് നിവാസിയല്ലാത്ത, ആ തട്ടകത്ത് ഉൾപ്പെടാത്ത മൊയ്തീൻ എന്ന വ്യക്തിക്ക് എന്താ അവകാശം? മച്ചാട് ക്ഷേത്രത്തിന്റെ ഭരണസമിതി ആരായിരിക്കണമെന്ന് തീരുമാനിക്കാൻ മതേതര രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് എന്താ അവകാശം? അത് മതക്കാരന്റെ മാത്രം, അത് പൊതു സ്വത്തല്ലത്. ഇനി മറ്റൊന്ന്, മച്ചാട് പ്രദേശത്ത് ഏതെങ്കിലും പള്ളിയുണ്ടോ എനിക്കറിയില്ല. അവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ആരായിരിക്കണമെന്ന് MLA എന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് സഖാവ് മൊയ്തീൻ തീരുമാനിക്കാൻ വേണ്ടി അവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി ഇന്നവരായിരിക്കണം, മഹല്ല് കമ്മിറ്റി ഇന്നവരായിരിക്കണം. സഖാവ് മൊയ്തീനെ എഴുത്തെടുത്ത് ചപ്പുകൊട്ടയിലിടാനുള്ള തന്റെ ഇസ്ലാമിക സമാജത്തിനുണ്ട്. സഖാവ് രാഷ്ട്രീയകാര്യം നോക്കിയാൽ മതി, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. പക്ഷെ ഹിന്ദുവിന്റെ ക്ഷേത്രത്തിന് ഭരണസമിതി ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഭക്തജനങ്ങൾക്കല്ല. ഇത് നമ്മൾ കൽപ്പിച്ചു കൊടുത്ത ദേവസ്വം ബോർഡിനുമല്ല, പുറമെ ആരൊക്കെയോ ഇത് തീരുമാനിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ അതിന്റെ പ്രതിഷ്ഠാകരണങ്ങളൊക്കെ കഴിഞ്ഞ് നടക്കുന്ന സമയത്ത്
ആളുകൾക്ക് മോഹേറായ ദേവസ്വം കൂടെ ഏറ്റെടുത്തു. ഇനി അതിന് ഉപകരിക്കാൻ പറ്റുന്നവരിന് വല്ല മന്ത്രി വന്നാൽ വല്ലതും കിട്ടുമെന്നൊരു ഭൂതിയാണ്. നമ്മൾ ഈ മന്ത്രിമാരെ വിളിക്കേണ്ട കാലത്ത് പ്രസംഗം കേൾക്കാനോ അവരെ കണ്ട് ആശ്വസിക്കാനോ എന്നല്ല, വിദ്യ കാര്യങ്ങളൊരു മോഹം ഇതിനുണ്ട്. ദേവസ്വം മന്ത്രിയെ വിളിച്ചറിയാൻ. ദേവസ്വം മന്ത്രി വിളിക്കണമെങ്കിൽ ദേവസ്വം മന്ത്രിയുടെ പാർട്ടിയുടെ ലോക്കൽ നേതാവിനെ ഞങ്ങൾ പോയി കണ്ടു. ലോക്കൽ നേതാവ് ഉമ്മർ, അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ ലോക്കൽ നേതാവ് ഉമ്മർ. ഉമ്മറിന്റെ മന്ത്രി ഞാൻ പറഞ്ഞാൽ വരും, പക്ഷെ എനിക്കൊരാശംസാ പ്രസംഗം വെക്കണം. ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാനത്തിന് എനിക്കൊരാശംസാ പ്രസംഗം വെച്ചാൽ മന്ത്രി വരും. പ്രസിഡന്റ് ആകെ വൈക്ലഭ്യത്തിലായി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ വീട്ടിൽ നിന്നിട്ടാ കൂടിയാലോചന നടത്തുന്നത്. ഞാൻ പറഞ്ഞു, ശിവൻ അവിടുന്ന് ഓടിക്കൂല്യ മന്ത്രി വന്നില്ല എന്നുണ്ടെങ്കിൽ ഉമ്മറും വേണ്ട മന്ത്രിയും ഉണ്ടാകും. ഉമ്മർ വന്നാലേ മന്ത്രി വരുമെങ്കിൽ ഉമ്മറും വേണ്ട മന്ത്രിയും ഉണ്ടാകും. ഉമ്മറും വന്നില്ല മന്ത്രി വന്നില്ല പ്രതിഷ്ഠാനമൊക്കെ അതിനോടനുബന്ധിച്ച കാര്യങ്ങളൊക്കെ ഉമ്മറും വന്നില്ല മന്ത്രി വരുന്നത് ഉമ്മർ വേണം. എന്നെ കൂട്ടണേ എന്റെ അമ്മയും കൂട്ടണമെന്ന് കൊണ്ട് കണ്ടു പറഞ്ഞത് കേട്ടിട്ടില്ലേ? എന്നെ കൂട്ടണേ എന്റെ അമ്മയും കൂട്ടണമെന്നാലും ഞാൻ കണ്ടത്തില്ല 3 പറഞ്ഞിട്ടില്ലേ. അതേമാതിരി ഞാൻ മന്ത്രി വരണമെങ്കിൽ ഞാനും വരണം. ഇതാണ് ഹൈന്ദവ സമാജത്തിന്റെ അവസ്ഥ. ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ക്ഷയവും ക്ഷതവും ഇല്ലാതാക്കി മാറ്റേണ്ട ക്ഷേത്രങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരവസ്ഥയാണ്. ഇത് ഇന്നോ ഇന്നലെയോ ഇല്ല, പലപ്പോഴും സഹിച്ചതിന്റെ ബാക്കിയാണ് സഹിക്കാൻ കഴിയാത്തിടത്തേക്ക് എത്തുന്നത്. പല വേദനകളും സഹിക്കാൻ, മാരക രോഗങ്ങൾ നമുക്ക് സുഖമാക്കാൻ പറ്റാത്ത അത്രയും വിധത്തിലേക്ക് അത് വളരും എന്നുള്ളത് വൈദ്യശാസ്ത്രവും വ്യക്തികളെന്ന നിലയിൽ നമ്മൾ അനുഭവിക്കേണ്ടത്. ചെറിയ വേദന എന്ന് പറഞ്ഞ് നെഗ്ലക്ട് ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ തീർത്താൽ തീരാത്ത ബുദ്ധിമുട്ടുകൾ പിന്നെ ഉണ്ടാകും. ഇതുപോലെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള പല അനുഭവങ്ങളെയും മതേതരത്വത്തിന്റെ മയത്തില് നമ്മൾ അറിഞ്ഞില്ല. സത്യമാണ്. 1959 ടിബറ്റ് ചൈന പിടിച്ചെടുത്തപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത യാത്രാരേഖകളുമായിട്ട് കൈലാസത്തിലേക്ക് പോയ തീർത്ഥാടകർ ചൈനയുടെ ജയിലഴികൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടു. പാഞ്ഞു കയറിയവരല്ല, നിയമത്തിന് വിധേയമായി ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത യാത്രാരേഖകളുമായി കൈലാസം വലത്ത് വെക്കാൻ ഭഗവാനെ ദർശിക്കാൻ പോയവരെ അനധികൃത കടന്നുകയറ്റക്കാരായി വ്യാഖ്യാനിച്ചുകൊണ്ട് ചൈന പിടിച്ച് ജയിലിലിട്ടു. ഇന്ത്യൻ തീർത്ഥാടകർ ചൈനീസ് ജയിലിൽ കിടക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളിച്ചു. സ്വാഭാവികമായും പ്രതിഷേധം കൊണ്ട് മുഖരിതമാകേണ്ടതാണ്. കാരണം തീർത്ഥാടകർ ചൈനയുടെ ജയിലിൽ കിടന്നു. ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിച്ചു. ഭാരതീയ ജനസംഘത്തിന്റെ പ്രതിനിധികൾ ഇതെടുത്തിട്ടു. മറ്റാർക്കും ഇതിനകത്ത് മതേതരത്വം സേവിച്ചിരിക്കുകയായിരുന്നു. ആരും അതിനനുസരിച്ച് പ്രതികരിച്ചില്ല. അവസാനം ഭാരതീയ ജനസംഘത്തിന്റെ പ്രതിനിധികൾ വാക്കൌട്ട് നടത്തി പുറത്തേക്ക് പോയി. ഇത് തന്നെ തഞ്ചോ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള പാർലമെന്റ് വളരെ സവിശേഷമായ ഒരു ബില്ല് അന്ന് അവതരിപ്പിച്ചു. ജയിലഴികൾക്കുള്ളിൽ ഇന്ത്യൻ തീർത്ഥാടകർ കൈലാസ ഭഗവാനെ ദർശിക്കാൻ പോയ ശിവഭക്തര് ചൈനയിലെ ജയിലഴികൾക്കുള്ളിൽ കടക്കുമ്പോൾ ഇന്ത്യയുടെ പുണ്യഭൂമി എന്തെന്നുമായി ഇന്ത്യക്കാരിൽ നിന്ന് അടച്ചു മാറ്റിയത് 20 കൊല്ലം അടച്ചു കിടന്നു കൈലാസത്തിന്റെ അതിർത്തി. 1977 വരെ ഏകദേശം 20ഓളം കൊല്ലം അടച്ചു കിടന്നു. 77 ജനതാ മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന അടൽജി വന്നതിന് ശേഷമാണ് ചർച്ചകൾ നടന്നത്. പിന്നീട് കൈലാസത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു. അതുവരെ അടഞ്ഞു കിടന്നു. അത്രയും ഈ ജയിലഴികൾക്കുള്ളിൽ കിടക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് വളരെ പ്രധാനപ്പെട്ട ബില്ലായിരുന്നു. ആ ബില്ല് ജവഹർലാൽ നെഹ്റുവിന്റെ തന്നെ കാർമ്മികത്വത്തില് ആ ബില്ല് അവിടെ അവതരിപ്പിച്ചു. അത് മറ്റൊന്നുമല്ല, ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാർക്ക് സബ്സിഡി കൊടുക്കുന്നതിനെ പറ്റിയായിരുന്നു ആ ബില്ല്. അതിനെപ്പറ്റിയാണ് കരഘോഷങ്ങളോടുകൂടി ഇന്ത്യൻ പാർലമെന്റ് ജയിലഴികൾക്കുള്ളിൽ ശിവഭക്തര് കിടക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ചിന്തിച്ചത് ശിവതാണ്ഡവത്തിന്റെ താളത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭാരതത്തിൽ അതിന് ചിന്തിച്ചത് ശിവഭക്തരെ പറ്റിയല്ല. കാവേശ്വരനെ കാണാൻ പോകുന്ന എല്ലാം ഒന്നാ നമുക്കറിയാം. പക്ഷെ എന്താ അവിടെ ഉപ്പയ്ക്ക് 90-100 കാട്ടിയാൽ നമുക്ക് അതിന് വ്യത്യാസം കണ്ടാന്നറിയില്ല. കാവേശ്വരനെ കാണാൻ പോകുന്നവന് സബ്സിഡി കൊടുക്കുന്ന ബില്ലായിരുന്നു അവതരിപ്പിച്ചത്. അതിൽ നിന്ന് വളർന്ന് 70,258 രൂപ പെർ ഹെഡ് കൊടുക്കുന്ന പദ്ധതി. അന്ന് ജയിലഴികൾക്കുള്ളില് ശിവഭക്തരെ ജയിലഴികൾക്കുള്ളിൽ അടച്ചുകൊണ്ട് തുടങ്ങി വെച്ച സംഗതി 70,258 രൂപ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നിടം വരെ കാര്യങ്ങളെത്തി. അപ്പോ നമ്മൾ സഹിച്ചിട്ടല്ലേ, ചെറിയ ചെറിയ വേദനകളെ അവഗണിച്ചിട്ടല്ലേ. ഇതിനെ മുൻപ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയും ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ ആഭ്യന്തരമന്ത്രിയും ഒക്കെയായ സർദാർ പട്ടേലിന് തന്റെ ജന്മനാടായ ജുനഗഡിന്റെ ഭാഗമായ സോമനാഥത്തിൽ അദ്ദേഹം ചെയ്തു. അവിടെ മുഹമ്മദ് ഗസ്നിയാൽ തകർക്കപ്പെട്ട സോമനാഥ ക്ഷേത്രം അദ്ദേഹത്തിന് വികാരങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹം ആ മണ്ണിൽ വെച്ച് പ്രഖ്യാപിച്ചു, ഇത് പുനരുദ്ധരിക്കാൻ പോകുന്നു. അദ്ദേഹം അവിടുത്തെ മണ്ണിനെ തൊട്ടുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു. ഇത് കേട്ട ജവഹർലാൽ നെഹ്റു പറഞ്ഞത് പട്ടേൽജി അത് പറയരുതായിരുന്നു. പട്ടേൽജി മതേതര രാഷ്ട്രത്തിന്റെ ഉപപ്രധാനമന്ത്രിയാണ്.
പട്ടേൽജി മതേതര രാഷ്ട്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. പട്ടേൽജി പറയരുതായിരുന്നു എന്നായിരുന്നു നെഹ്റുവിന്റെ അഭിപ്രായം. ആരാധ്യനായ ഗാന്ധിജി അന്ന് ജീവനോടെയുണ്ട്. അദ്ദേഹം പറഞ്ഞത് പട്ടേൽജിക്ക് ഇത് ചെയ്യാം, സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കാം, പക്ഷേ ഒരു നയാ പൈസ പബ്ലിക് ഫണ്ട് ഉപയോഗിക്കും. കാരണം അത് മതേതരമായ ആവശ്യമല്ല, ഹിന്ദുവിന്റെ ആവശ്യമാണ്. 1 രൂപ പബ്ലിക് ഫണ്ട് ഉപയോഗിക്കരുത്. പട്ടേൽജി ആ വെല്ലുവിളി ഏറ്റെടുത്തു. ക്ഷേത്ര നിർമ്മാണം മറ്റൊക്കെ നമുക്കറിയാം, ചരിത്രത്തിന്റെ ഭാഗമാണ്. പണം അധികാവേ ചെയ്തു. പണം ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തി. പക്ഷെ നമ്മെ ചിന്തിപ്പിക്കുന്ന വസ്തുതയല്ല. അത് പറയരുതായിരുന്നു എന്ന് പറഞ്ഞ നെഹ്റുജി, പട്ടേൽജിക്ക് പുനരുദ്ധരിക്കാൻ പക്ഷെ പബ്ലിക് ഫണ്ട് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ഗാന്ധിജി, ഇവരൊക്കെ തന്നെ സാക്ഷ്യം നിന്നുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് ചെയ്തൊരു വലിയ കാര്യമുണ്ട്. ഡൽഹിയിലെയും പരിസര പ്രദേശത്തെയും ജുമാ മസ്ജിദുകൾ പുനർനവീകരിക്കാൻ വേണ്ടിയിട്ട്, കേടുപാടുകൾ തീർക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് 15,000 രൂപ വഹിച്ചു. 5 പൈസ സോമനാഥ ക്ഷേത്രത്തിന് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞവര്, അത് മതേതരമായ ആവശ്യമല്ല, ഹിന്ദുവിന്റെ മാത്രം ആവശ്യമാണ്, അതുകൊണ്ട് അതിനുവേണ്ടി 5 പൈസ എടുക്കരുത് എന്ന് പറഞ്ഞവർക്ക് യാതൊരുവിധ അഭിപ്രായം ഉണ്ടായില്ല. ഡൽഹിയിലെയും പരിസര പ്രദേശത്തെയും ജുമാ മസ്ജിദുകൾ പുനർനവീകരിക്കാൻ വേണ്ടി പണം ചെലവഴിച്ചപ്പോൾ അത് ഇന്നും തുടരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റിൽ ഇന്നും തുടരുന്നു. ഡൽഹിയിലെയും പരിസര പ്രദേശത്തെയും മസ്ജിദുകൾ പുനർനവീകരിക്കാനുള്ള നിശ്ചിതമായ തുക ഇന്നും നമ്മുടെ മറ്റ് ബജറ്റിന് വക കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വേദനകളെ നിസ്സാരവൽക്കരിച്ചു, അല്ലെങ്കിൽ അത് പ്രശ്നമല്ല എന്ന് വിചാരിച്ച ഹൈന്ദവ സമാജം അവിടെയാണ് വലിയ വലിയ ഭീഷണികൾക്ക് മുന്നിൽ വന്ന് ഇനി ഞങ്ങൾക്ക് ഭാവിയുണ്ടോ എന്ന് ചിന്തിക്കുന്നത്. ജീവിക്കണമെങ്കിൽ, മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നതിനെ പറ്റി ഗൗരവമായിട്ട് ഇന്ന് ചിന്തിക്കുന്നു. എന്ത് ട്രീറ്റ്മെന്റ് നടത്തിയാൽ രക്ഷപ്പെടും? ഒരു വല്ലാത്തൊരു വെപ്രാളത്തോടുകൂടി ഇന്ന് ചിന്തിക്കുക. അപ്പൊ ഓരോ രോഗലക്ഷണങ്ങളെയും തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. സ്വാതന്ത്ര്യ പ്രാപ്തി മുതൽക്ക് ഇങ്ങോട്ട് ആരെയൊക്കെയോ പീഡിപ്പിക്കാൻ, ആരുടെയൊക്കെയോ മറ്റേ ഗുഡ് ബുക്കിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ വരെ എത്തിയത്. എന്നിട്ട് ഇത്രയൊക്കെ ചെയ്തോർക്കും വല്ല മനസമാധാനം വയ്ക്കുമോ? ഇന്ത്യയുടെ ഒരു കഷ്ണം വേണമെന്ന് പറഞ്ഞു, കഷ്ണം കൊടുത്തു. ദേശീയ പതാക കീറി മുറിച്ച് കയ്യിൽ കൊടുത്തു. ദേശീയ ഗാനത്തിൽ 2 ആയിക്കോട്ടെ, 4 വരെ ആവാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചിലത്. അതുകൊണ്ട് ദേശീയ ഗാനം 2, ദേശീയ ഗാനം 2, ദേശീയ പതാകയ്ക്ക് നിറം 3, ഇങ്ങനെ ചോദിച്ചത് മുഴുവൻ കൊടുത്തു. വല്ല മനസമാധാനം ഇപ്പോഴും ഉണ്ടോ? കൊല്ലത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ബോംബ് വെച്ചോ വാള് വെച്ചോ ഒക്കെ ഇതൊക്കെ ചെയ്യുന്നതിന്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ആർക്കും ഗുണമില്ലാത്ത ഈ കളി എന്തിനു കളിച്ചു? ഹൈന്ദവ സമാജം മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുന്നു. കിട്ടിയവർക്ക് വല്ലാതെ സമാധാനം തന്നാൽ പോട്ടെ, അവരെ വിഷമെങ്കിലും തീർന്നോന്നില്ല, അവരുടെ വിഷമം തീർന്നിട്ടില്ല, അവരാകെ തീർന്നതിലാണ് അവർ വരുന്നത്. അപ്പൊ ആർക്ക് വേണ്ടിയിട്ട് ഇത്തരമൊക്കെ ചെയ്യും? ഒരാളെങ്കിലും സമാധാനിപ്പിക്കാൻ കഴിയാത്ത ഈ പോക്ക്, ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. അപ്പൊ രാഷ്ട്രീയക്കാർക്ക് തിരിച്ചറിവുണ്ടാകണമെങ്കിൽ അത് നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, അവിടെ മാത്രമേ തിരിച്ചറിവുണ്ടാകൂ. എന്ത് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എന്ത് തെമ്മാടിത്തരവും ചെയ്യാനുള്ള ലൈസൻസ് അല്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത്. പണ്ട് മറ്റേ സ്വാതന്ത്ര്യം അർദ്ധരാത്രികൾ എന്നുള്ള പുസ്തകത്തിലാണെന്നാണ് എന്റെ ഓർമ്മ വായിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം കൃഷിക്കാരൊക്കെ ഡൽഹിയിലേക്ക് പോയി. അങ്ങോട്ട് പോകാനുള്ള കാശ് മാത്രമേ ഉള്ളൂ എല്ലാവരും ചാടിക്കയറി വണ്ടിയിലോ തീവണ്ടിയിലോ മറ്റു ബസ്സിലൊക്കെ ടിക്കറ്റ് എടുത്ത് ഡൽഹിയിലെത്തി. സ്വാതന്ത്ര്യ ആഘോഷം കഴിഞ്ഞു തിരിച്ച് വണ്ടിയിലും ബസ്സിലൊക്കെ കയറിയിരുന്നു. കണ്ടക്ടറും ടിടിആറെ കൊണ്ട് ടിക്കറ്റോ നിങ്ങൾ അറിഞ്ഞില്ലേ? സ്വാതന്ത്ര്യം കിട്ടിയത് ഇനി വണ്ടിക്കൊന്നും ടിക്കറ്റ് എടുക്കണ്ടാവും. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു ഇനി വണ്ടിക്കൊന്നും ടിക്കറ്റ് എടുക്കണ്ട. അപ്പൊ എന്താണ് സ്വാതന്ത്ര്യം എന്ന് അന്നത്തെ പാവപ്പെട്ട ഗ്രാമീണർക്കും അറിയില്ല, ഇന്നല്ല ബഹുഭൂരിപക്ഷത്തിനും അറിയില്ല. എന്താണ് സ്വാതന്ത്ര്യം? എന്തും ചെയ്യാനുള്ള തെമ്മാടിത്തരമാണ് സ്വാതന്ത്ര്യം എന്ന് ധരിക്കുമ്പോൾ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നെറികേടുകൾ മതേതരത്വത്തിന്റെ ഭാഗമായി സഹിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ മൗനമായ പിന്തുണയോടുകൂടിയിട്ട് ഹൈന്ദവ സമാജത്തെ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങൾ സെമിറ്റിക് മതങ്ങൾ ഞാൻ മുമ്പെന്ന് പറഞ്ഞ് ചെയ്യുക കൂടിയാകുമ്പോൾ ചിത്രം പൂർത്തിയാകുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം എന്നെക്കാൾ നന്നായി ഇന്ന് അതിനെയൊക്കെ പറ്റി ബോധവാനാണ്. ഞാൻ ചില അനുഭവങ്ങൾ മാത്രം പങ്കുവെക്കാൻ, എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ മതം മാറ്റം എന്നുള്ളത്. ബാംഗ്ലൂരിലെ ഒരു വീട്ടമ്മ, മലയാളിയായ വീട്ടമ്മ, ഭർത്താവ് പുറത്ത് അവിടെ താമസിച്ചിരുന്ന ചെറുപ്പക്കാരിയായ വീട്ടമ്മയുടെ ഭർത്താവ് പെട്ടെന്ന് മരിക്കുന്നു. വലിയ വ്യവസായം. ആ വ്യവസായിയുടെ ഭാര്യ തളരാതെ, ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ തളരാതെ മക്കളെ നോക്കി ആ വ്യവസായം ഭർത്താവ് എങ്ങനെ കൊണ്ടുപോയിരുന്നുവോ അതുപോലെ തന്നെ ധീരതയോടുകൂടി ആ അമ്മ മുന്നോട്ട് കൊണ്ടുപോയി. ഈ അമ്മയുടെ സുഹൃത്തായിട്ട് മലയാളിയായ ഒരു പാസ്റ്റർ
ഈ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നു. മലയാളിയായ ഒരു പാസ്റ്റർ, അവരുടെ കുടുംബ സുഹൃത്തായിരുന്നു. എന്തിനും ഏതിനും സഹായിക്കും. ഒരു ദിവസം ഈ പാസ്റ്റർ ഈ അമ്മയുടെ അടുത്ത് വന്നു, ഒരു CD കൊടുത്തു. CD കൊടുത്തിട്ട് ആദ്യം പറഞ്ഞത്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, നിങ്ങളും കുടുംബവും മതമാണ്, പെന്തക്കോസ്തായിട്ട് വേണം. ഞാൻ ഇപ്പൊ ജീവിക്കുന്ന പോലെയാണ് ജീവിക്കാം, നമ്മുടെ കുടുംബ സുഹൃത്തുക്കളല്ലേ, അതൊക്കെ അപ്പൊ അമ്മ കാര്യമായിട്ടാണ് പറയുന്നത്. ഈ CD ഒന്ന് കണ്ടതിന് ശേഷം എന്നോട് അഭിപ്രായം പറഞ്ഞു. ഈ CD കണ്ടതിന് ശേഷം എന്നോട് അഭിപ്രായം പറഞ്ഞു. അമ്മ ആ CD ഇട്ടു. ഒരു സീൻ കാണാനുള്ള ശേഷി ഉണ്ടായില്ല, അത് ഓഫ് ചെയ്യേണ്ടി. ഈ വീട്ടിലെ ഓഫ് ചെയ്യേണ്ടി. ഈ വീട്ടിലെ അമിതമായി സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന ആ പാസ്റ്റർ എങ്ങനെയോ എവിടെയോ വെച്ച് ആ അമ്മയുടെ ചില നഗ്ന ചിത്രങ്ങൾ എടുത്തിരിക്കും. അതിനെ തനിക്കിഷ്ടമായ വിധത്തിലൊക്കെ അതിനെ മാറ്റിയിരിക്കുന്നു. അപ്പോ പിറ്റേ ദിവസം പറയാനുള്ളത് വേറൊന്നുമല്ല, നിങ്ങൾ മതം മാറിയില്ലെങ്കിൽ ഇത് നെറ്റ് വഴി എല്ലായിടത്തേക്കും എത്തിക്കുന്നുള്ളത്. അമ്മ വളരെ ഭീഷണിയോട് അല്ലെങ്കിൽ വളരെ പേടി വളർത്തിക്കൊണ്ട് പറഞ്ഞു, ഒരു ദിവസം കൂടി എനിക്ക് തരണം, ഞാനൊന്ന് ചിന്തിക്കട്ടെ, അതുവരെ നെറ്റിലൊന്നും കേട്ടിരുന്നു. വഴങ്ങി തന്നെ എതേ കിട്ടി തന്നെ നേരിട്ട് പാസ്റ്റർ. ഈ അമ്മ എന്റെ ഭർത്താവിന്റെ അസാന്നിധ്യത്തിലും ബിസിനസ്സൊക്കെ കൊണ്ടു നടത്തിയ അമ്മ നിസാരക്കാരിയൊന്നുമില്ല. ആ അമ്മ ഈ CD എടുത്ത് നേരെ SP യുടെ കയ്യിലാണ് കൊടുത്തു. ഇത് എന്റെ CD ആണ്, ഇത് എന്റെ അരുതാത്ത ചിത്രങ്ങളാണ്, എന്നെ പറ്റിച്ച് ഒരുത്തനെടുത്തതാണ്, ഇന്നതൊക്കെയാണ് സംഗതികളൊന്നും. ബാംഗ്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അന്ന് മുങ്ങിയ പാസ്റ്ററെ ഇന്ന് വരെ ബാംഗ്ലൂർ പരിസര പ്രദേശത്ത് പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു വിധവയായ ഒരു അമ്മയുടെ ചാരിത്രത്തിന് വില പറഞ്ഞ മതേതരത്വത്തെ അതിന് നമുക്ക് എത്രമാത്രം അംഗീകരിക്കാൻ കഴിയും? വിധവയായിട്ട് കുടുംബവും ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോയ അമ്മയുടെ ചാരിത്രത്തിന് വില പറയുന്നിടത്ത് അതിനെ മതം എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇതാണോ മതം? ഇതാണ് മതമെങ്കിൽ ആ മതത്തിനെ അംഗീകരിക്കാൻ കഴിയും. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ ക്രിസ്തുവിനെ നമുക്കൊക്കെ ഇഷ്ടം, ബഹുമാനമാണ്, ആദരിക്കണം, അയ്യപ്പന് തുല്യമായിട്ട് കാണാം, കുഴപ്പമില്ല നമുക്ക്. പക്ഷെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഈശ്വരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലുള്ള എല്ലാ ഈശ്വരന്മാരെയും സാക്ഷി നിർത്തി പറയുന്നു, അങ്ങനെ പറഞ്ഞൊരു ഈശ്വരനെ ആരാധിക്കാൻ എന്റെ മനസ്സ് സന്നദ്ധമല്ല, നമ്മളിൽ പലരുടെയും മനസ്സ് സന്നദ്ധമല്ല. ഒരു പാവപ്പെട്ട അമ്മയുടെ ചാരിത്രത്തിന് വില പറയുന്നതിന് മതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ആചാര്യന് പറയില്ല, പറഞ്ഞെങ്കിൽ ആ ആചാര്യനെ ഈ ലോകത്തിന് ഇണങ്ങുന്നതല്ല എന്ന് ഉറക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല. നമ്മളെന്തിനു പഠിക്കണം? ഇത് ഒരു ഭാഗം. ചേർത്തല ആശുപത്രിയിൽ നടന്ന കൂട്ട സിസേറിയനെ പറ്റിയിട്ട് ഒരുപക്ഷെ അമേരിക്കയിൽ നിങ്ങളൊക്കെ വാർത്ത വായിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സുമാർ ഒരു 6 മാസം മുമ്പ് എനിക്കൊരനുഭവം. ചേർത്തല ഭാഗത്ത് ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അവിടെ ഒരു അമ്മ ഇത് സൂചിപ്പിച്ചു. ഇത് അമ്മ എവിടെയും വാർത്തയായിട്ടില്ല. 6 മാസങ്ങൾക്ക് മുമ്പ് അവിടെ ചില ആശുപത്രികൾ, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികൾ നടക്കുന്ന കൊലഗായ്മയെ പറ്റിയാണ്. എന്ന് പറഞ്ഞാൽ പ്രസവ വാർഡിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ചില ഡോക്ടർമാർ തന്നെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 2 പേര്. ഡോക്ടർമാരെ അങ്ങോട്ട് പേടിപ്പിക്കാൻ പറയുന്നുണ്ട്, കുട്ടി ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല, ആകെ കോംപ്ലിക്കേഷനാണ്. അകത്തെ സ്ഥിതി എന്താണെന്ന് ആർക്കും നിശ്ചയില്ലല്ലോ. അമ്മയും പരിഭ്രമിക്കും, കൂട്ടിയിരിപ്പുകാർ അതിനേക്കാൾ പരിഭ്രമിക്കും. ഡോക്ടർ 1.5 മണിക്കൂർ വരുമ്പോൾ നോക്കും, അയ്യോ നേരത്തേക്കാ കഷ്ടം. നിങ്ങൾ ഈശ്വരന്മാരെ അറിഞ്ഞു വിളിക്കണം എന്ന് വിചാരിച്ച ഒരു ഭാഗമില്ല. അറിഞ്ഞു വിളിക്കണം. ആരെയും വിളിച്ചു പോലും അറിഞ്ഞു വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ ഒരു കാര്യമില്ല, സംഗതി പിടുത്തം വിട്ട് പോവുകയാണ്. ഇനി നിങ്ങൾ വിശ്വാസത്തെ നേടാൻ വേണ്ടിയിട്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാണ്. നിങ്ങളൊന്ന് കർത്താവിനെ വിളിച്ചു നോക്കും, അനുഭവം നിങ്ങൾക്ക് വിശ്വാസത്തെ ആരെയും വിളിച്ചു പോയില്ല. 2 കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങാനും വിളിച്ചോ സുഖപ്രസവമാണ്. വിളിക്കാൻ തയ്യാറായില്ലേ തട്ടിയെടുത്ത് വിളിച്ച് കുട്ടിയെടുത്ത് യാതൊരു പ്രശ്നവും. ഇത് എനിക്കത് പറഞ്ഞത് തോന്നി, ചിലർക്ക് നമ്മുടെ മതത്തിനോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ട് എന്തിനും ഏതൊരു കുറ്റം കണ്ടെത്തുകയെ ഇങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ല. ഞാനത് ഒരു രീതിയിലും പറഞ്ഞിരുന്നില്ല. ഞാൻ മാത്രമല്ല, പലരും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല പറയാൻ കാരണം അവിടെ അലക്കുജോലി ചെയ്യുന്ന ഒരു ചേച്ചി, ആ ചേച്ചി ഈ വീടുകളിലൊക്കെ പ്രസവത്തിന് സഹായിക്കാൻ പോകുന്നു. അമ്മയെ കുളിപ്പിക്കാനും കുട്ടിയെ കുളിപ്പിക്കാനും ഒക്കെ. അപ്പൊ 5-8 വീടുകളിൽ നിത്യേന പോകുന്ന ചേച്ചി. ഇത് ഈ ചേച്ചി പറഞ്ഞിട്ടാണ് ഈ അമ്മ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അകത്ത് തിരുമ്പൽ നിർത്തിയിട്ട് ഈ ചേച്ചി പുറത്തേക്ക് വന്നു. ചേച്ചിക്ക് അക്ഷരാഭ്യാസം പോലും ഇല്ല. ആ ചേച്ചി എന്താണ്, ടീച്ചറെ കാര്യം ശരിയാക്കുക, കർത്താവ് കാര്യത്തിലൊരു മിടുക്കന. ഞാൻ ഈ പോണ വീടുകളിലൊക്കെ കർത്താവിനെ വിളിച്ചതൊക്കെ സുഖപ്രസവം, അല്ലാത്തതൊക്കെ കത്തിയെടുത്തിട്ടേ ഉള്ളൂ. ദൈവമേ, ഗൈനക്കോളജി ചെയ്ത ഈശ്വരന്മാരുണ്ട്, സ്പെഷ്യലൈസ് ചെയ്തവർ എനിക്കറിയാൻ വയ്യ. അപ്പോ നമ്മൾ ചിന്തിക്കുക, മാതൃത്വത്തിന്റെ നോവില് മതത്തിന്റെ വിഷം കടത്തിയതാണ് മതേതരത്വമെങ്കിൽ അത് വിശ്വസിക്കാൻ. ലോകത്തിൽ ഏറ്റവും യാഥാർത്ഥ്യമുള്ളത് മാതൃത്വത്തിന്റെ നോവാണെങ്കിൽ അതിൽ പോലും വിഷം കലർത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
അതാണ് അവസാനം ദൈവത്തിന് പോലും സഹിക്കാൻ വയ്യാതെ ആയിരിക്കാം അത് വലിയ കോലാഹലമായി ബഹളമായി പുറത്തേക്ക്. ഇങ്ങനെയൊക്കെ നടക്കുമോ? ഇതേ ആലപ്പുഴ ജില്ലയിൽ നിന്ന് തന്നെ ധാരാളം അനുഭവങ്ങൾ കാര്യം കേട്ടിട്ടുണ്ട്. ഒരു രക്ഷിതാവ് പറഞ്ഞതാണ്, മറ്റേ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും LKG UKG കുട്ടികളെയും കൊണ്ട് ഒരു കോൺവെന്റ് സ്കൂളിൽ നിന്ന് ടൂർ പോയി, 1 ഡേ ടൂർ. കുട്ടികളൊക്കെ ആവേശത്തിൽ കയറിയിരുന്നു. വൈകുന്നേരം ഒക്കെ ആവേശമൊക്കെ തുറന്നു. ബർത്ത്ഡേ സെക്കാൻ തുടങ്ങി, അമ്മയെ കാണാൻ വൈകി, ആകെ വെപ്രാളായി. നേരെ 6 മണി 6:30 മണി ഇരുട്ടാൻ തുടങ്ങി, പലരും കരയാൻ തുടങ്ങി. ഒക്കെ തിരിച്ച് വണ്ടി കയറ്റി. കുട്ടികൾ തപ്പാ മൂലം അമ്മയുടെ അടുത്തുള്ള ആവേശത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഡ്രൈവർ കയറി താക്കോലിട്ട് ഗ്രൂം ഗ്രൂം തുറന്നു വണ്ടി അവിടെ വീണ്ടും ഇരിക്കും അവിടെ തന്നെ നിൽക്കും. ഡോക്ടറെ ഡ്രൈവറെ എവിടെയൊക്കെ തട്ടിമുട്ടി. അങ്ങനെ ആകെ കുഴപ്പമാണ്. ഒരു വർക്ക്ഷോപ്പും ഇല്ല, യാതൊന്നുമില്ല. കുടുങ്ങി തന്നെ നമുക്കൊന്നും ഇവിടെ കിടക്കേണ്ടത് നടന്നെങ്കിൽ കുട്ടിയോട് വല്യമായി കരയാൻ തുടങ്ങി. അപ്പോഴേക്കും സിസ്റ്റർമാര് വന്നു, മക്കളെ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കും, നമുക്ക് ഇവിടുന്ന് പോകണ്ടേ, ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കും. കുട്ടിയോളെ അയ്യപ്പാ ഗുരുവായൂരപ്പാ എന്നൊക്കെ പറഞ്ഞു അവർക്ക് ഒരു വിളിക്കല്ലെങ്കിൽ അവരെല്ലാരും വിളിച്ചു. ഡ്രൈവർ വീണ്ടും തിരിച്ചു അവിടെ തന്നെ വന്നു. അപ്പോഴേക്കും അടുത്ത സിസ്റ്റർ വന്നു, മക്കളെ നമുക്കിവിടുന്ന് പോകണ്ടേ, കർത്താവിനെ വിളിക്കും, നിങ്ങളൊക്കെ ഏകനായ കർത്താവിനെ വിളിക്കും, ഞങ്ങളെ വിളിച്ചാൽ കൂടെ വിളിക്കും, ആത്മാർത്ഥമായിട്ട് വിളിച്ചു. 10 മിനിറ്റ് വിളിച്ചില്ല, താക്കോലിട്ട് വണ്ടി സ്റ്റാർട്ടായി. കാരണം ഡ്രൈവറുടെ ഉത്തരവിക്കാൻ വണ്ടി സ്റ്റാർട്ടായി. 10 മിനിറ്റ് വിളിച്ചില്ല, വണ്ടി സ്റ്റാർട്ടായി. ആ പിഞ്ചു കുട്ടികളുടെ നിഷ്കളങ്കതയും മതങ്ങൾക്ക് എങ്ങനെയാണ് മതേതരത്വം എന്ന് പറയുന്നത്? അതിനെ അംഗീകരിക്കാൻ നമുക്ക് ദേശം ബുദ്ധിമുട്ടുണ്ട്. എല്ലാ മതങ്ങളെയും അംഗീകരിക്കും. പക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കതയിലെ മാതൃത്വത്തിന്റെ നോവില്, വൈധവ്യത്തിന്റെ ചാരിത്രത്തില് ഇതിനൊക്കെ മതത്തിന്റെ നിറം കൊടുക്കുമ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ ദേശം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ വർഗീയവാദികളായി പോകുന്നത്. അല്ലാതെ ഒരാളോട് നമുക്ക് ആർക്കും അഭിപ്രായത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു മതവിഭാഗങ്ങളോടും. പക്ഷെ ഇതൊക്കെ ഈ പരിഷ്കൃത സമൂഹത്തിന് അനുയോജ്യമാണ്. അത്രേ ചോദ്യം. ഒരുപക്ഷെ 12ാം നൂറ്റാണ്ടിലോ 13ാം നൂറ്റാണ്ടിലോ പോട്ടെ കഴിഞ്ഞ നൂറ്റാണ്ട് വരെ പറഞ്ഞു. ഇന്നത്തെ ഈ പരിഷ്കൃത സമൂഹത്തില് ഇതൊക്കെ ഭൂഷണമാണോ എന്ന് ഇനിയെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിയും. മറുഭാഗത്ത് എനിക്ക് നിങ്ങൾക്കും ഏറെ അറിയാവുന്നു, പെൺകുട്ടികളെ വിവാഹത്തിന് വേണ്ടി പ്രേമിച്ച് പ്രലോഭിപ്പിച്ച് ആയിരക്കണക്കിന് കുട്ടികളെ കൊണ്ടുവരുന്നു. കൗമാര സ്വപ്നങ്ങളിൽ യൗവന വികാരങ്ങളിൽ മതം കലർത്തുമ്പോൾ അതിനെ മതേതരത്വം എന്ന് പറയാൻ വയ്യ. ഒരു കുട്ടി തന്റെ ശരീരം വളരുമ്പോൾ, തന്റെ ഹോർമോണുകൾ വളരുമ്പോൾ, തീർച്ചയായും അത് മാറുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടാകും, സ്വന്തം ഇണയെ പറ്റി, സ്വന്തം ജീവിതത്തെ പറ്റിയിട്ട്. അത് നൈസർഗികമായ വാസനയാണ്, അത് ജീവസഹജമാണ്. പക്ഷെ അതിന് മതത്തിന്റെ നിറം കൊടുക്കുന്നത് അവരെ കൂടി ഇത്തരം ചില കുടിലുകളിലേക്ക് കൊണ്ട് ചാർത്തുമ്പോൾ നമ്മുടെ ഭാഷ പരിചയമായി പോകും. എന്റെ ഒരു സുഹൃത്ത് ഇപ്രാവശ്യത്തെ സെൻസസിന് കണക്കെടുക്കാൻ വേണ്ടി വീടുകളിൽ പോയി. ഞങ്ങളുടെ പാലക്കാട് ജില്ലയിലെ ഒരു പ്രത്യേക ഒരു സ്ഥലത്ത് അൻസാർ കോളനി എന്ന് പറഞ്ഞൊരു കോളനിയിൽ ഈ ടീച്ചർ പോയി. അപ്പോ അച്ഛന്റെ വിവരം കൊടുക്കണം നിർബന്ധമായി. സെൻസസിൽ അച്ഛന്റെ വിവരം കൊടുക്കണം. കുട്ടിയുടെ പേര് സൈനബയാണ്, മറിയയാണ്, നബീസയാണ്. അച്ഛന്റെ പേര് മാധവൻ നമ്പൂതിരി, കൃഷ്ണൻ നായർ. അച്ഛന്റെ പേര് മകള് സൈനബ, നബീസ. ആകെ പർദ്ദയിൽ മൂടി. അങ്ങനെ ഒരു കോളനി തന്നെ ഇത്തരക്കാർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണോ എന്ന് തോന്നാവുന്ന ഒരു കോളനി. ലക്ഷറി അപ്പാർട്ട്മെന്റുകൾ, ഒരു ഗതി പരഗതി ഇല്ലാത്തവൻ പെണ്ണുങ്ങളെ കൊണ്ട് അവിടെ താമസിപ്പിക്കുന്നു. ആരിതിന്റെ പേര്? ഇവൻ ആകാശത്തുനിന്ന് സ്വർണ്ണമൊന്നും കൊള്ളിയൊന്നും ഉണ്ടാവില്ല, ഉമ്മർത്ത് കാറ് നോക്കുന്നു. ആ ടീച്ചർ തികഞ്ഞ മതേതരവാദിയായിരുന്നു. സെൻസസ് എടുക്കുന്നത് വഴി സെൻസസ് എടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങളൊക്കെ പറയുന്നവർക്കും ചില വാസ്തവം ഉണ്ട് എന്നുള്ളത് ഞാൻ അക്ഷരാർത്ഥത്തിൽ അറിയുന്നു. ഒരു പട്ടിക്ക് വരെ ഏറ് കൊണ്ട് അടുത്ത പ്രാവശ്യം കല്ലെടുക്കുമ്പോൾ അറിയാം ഇതിന്റെ അറിയാനാണ്. ഈ വേഗബുദ്ധിയുള്ള മനുഷ്യനെ അതിൽ കൂടുതൽ അറിയണ്ടേ? അപ്പോഴല്ലേ മനുഷ്യനറിയാം. എത്ര പ്രാവശ്യം ഏറ് കൊണ്ടാലും കൊണ്ടാലും പഠിക്കുമെന്ന് വിചാരിച്ചിരുന്ന പിന്നെന്താ മനുഷ്യന് പട്ടിക പോലും വേഗബുദ്ധിയുണ്ട്. എന്നെ അറിയാനാണ് കുമ്പിടമത്. അത് ഓർറാ ഓട്ടോളൂ, കുമ്പിട്ടാൽ ഓർറാ ഓട്ടോളൂ. അത്രയെങ്കിലും നമ്മൾക്ക് പഠിക്കണ്ടേ? കുമ്പിടുമ്പോ അത് ഇന്നതിനാണ് എന്ന്. ഇവിടെയല്ലേ നമ്മൾ ഒരുപാട് തളർന്നു. ഇസ്ലാമിക ഭരണകാലഘട്ടത്തെക്കാൾ, യൂറോപ്യന്മാരുടെ ഭരണകാലഘട്ടത്തെക്കാൾ ഇന്ന് തളരുകയാണ് ചെയ്തത്. അന്ന് ഒരു നിവൃത്തിയില്ലെങ്കിലും പൊരുതാൻ അറിയാമായിരുന്നു. ഭാവനയാണെങ്കിലും വള്ളത്തോളിന്റെ ഭാവനയിൽ ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. വള്ളത്തോളിന്റെ ഭാവന എന്ന് പറഞ്ഞത് മറ്റേ ബാബറിന്റെ പുത്രനായ ഹുമായൂണിന് വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ തൊഴിലിറങ്ങുന്ന ഒരു വീട്ടമ്മയെ, ഒരു ഗൃഹനാഥയെ അദ്ദേഹത്തിന്റെ സേനാനായകനായ ഉസ്മാൻ ഖാൻ പിടിച്ചോണ്ട് പോകും. അപ്പൊ അതൊരു സ്ഥിരം പരിപാടി ആയതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നൊന്നും പിടിച്ചു, അല്ലെങ്കിൽ ചക്രവർത്തിക്ക് ഇഷ്ടമാണെന്നുള്ളത് തന്നെ പിടിച്ചോണ്ട് പോണത്.
നേരെ കൊണ്ടുപോയി ചക്രവർത്തിക്ക് സമർപ്പിക്കുക. സുന്ദരിയായ സ്ത്രീയെ കണ്ടപ്പോൾ ഹുമായൂണിന്റെ വായിലും വെള്ളമൊക്കെ വന്നു കാണും. പക്ഷേ ധീരതയോടുകൂടി അമ്മ പ്രതികരിച്ചതായാണ് വള്ളത്തോളിന്റെ തൂലിക നമ്മളോട് പറഞ്ഞത്. അവര് ധൈര്യമായി പറഞ്ഞു, ഞാനൊരു വീട്ടമ്മയാണ്, എനിക്കൊരു ഭർത്താവുണ്ട്, ആ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടവളാണ്, എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കണം. ഡൽഹി സിംഹാസനത്തിൽ വാണരുന്നൊരു ചക്രവർത്തിക്ക് മുന്നിൽ അത്തരത്തിൽ പറയാനുള്ള തന്റെ ഭാരത സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു എന്ന് ഒരു കവി വെറുതെ വിഭാവനം ചെയ്യില്ല, ഉള്ളത് തന്നെ വിഭാവനം ചെയ്തു. എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയാക്കണം. അവിടെ ഹുമായൂൺ ചക്രവർത്തിക്ക് പോലും, ഏകഛത്രാധിപതിയായി വാണിരുന്ന അദ്ദേഹത്തിന് പോലും മനസ്സ് മാറേണ്ടി വന്നു. അദ്ദേഹം തൊഴു കൈകളുമായിട്ട് ആ സാധ്യയോട് മാപ്പിരന്നു എന്നാണ് വള്ളത്തോൾ പറയുന്നത്. മാപ്പിള മാർ ചെയ്ത തെറ്റു പൊറുത്തു നീ മാപ്പി ഹുമായൂണി ഏകിയായി. മാപ്പിള മാർ ചെയ്ത തെറ്റു പൊറുത്തു നീ മാപ്പി ഹുമായൂണി ഏകിയായി. 10,000 കുടുംബങ്ങളില് മാതാപിതാക്കള് കണ്ണിൽ നിന്ന് ചോര ചാടിച്ച് നിൽക്കുമ്പോ കഴിയുന്നുണ്ടോ നമുക്ക് മാപ്പിള മാർ ചെയ്ത തെറ്റു പുറത്ത് ആരെങ്കിലും മാപ്പ് ചോദിക്കാനാകുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ? ഇനി എത്ര കണ്ണീര് വീഴുന്നു? ഇനി എത്ര കുടുംബങ്ങൾ തകരണം? നാളെ എന്റേതാണ്, നിങ്ങളുടേതാണ്. ആരാൻ കണ്ണയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചിന്ത. പക്ഷെ അവനവന്റെ വീട്ടിലാകുമ്പോൾ അത് അത്ര സുഖമുള്ള കാര്യമല്ല. അപ്പൊ ഇത് എനിക്ക് ബാധിക്കും ഈ യോഗം എന്ന് ചിന്തിക്കാൻ സമാജത്തിന് കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും പ്രതിരോധ നടപടികൾക്ക് തയ്യാറാകുമായിരുന്നു. ഇസ്ലാമിക സമാജം ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് പഠിക്കണമായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറ്റപ്പെടുത്തുക മാത്രമല്ല, കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 കേസുകൾ നടക്കുന്നു. അതിലൊന്ന്, ഒരു മുസ്ലിം യുവാവ്, ചില ഭാഗങ്ങൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ മുസ്ലിം ചെറുപ്പക്കാർ കാവുകൊണ്ട് കൊടുക്കും. അപ്പൊ ഇവൻ വയറിന് പണിക്കാറുണ്ട്. ഇവൻ കാവുകൊണ്ടപ്പെടുത്ത് വയറിന് പണിക്ക് വന്നപ്പോ ഭാര്യ പ്രത്യേകം 11 മണിയൊക്കെ ആയപ്പോൾ വിളിച്ചു. അപ്പൊ അവൾക്ക് പിറ്റേ ദിവസം എന്തോ കല്യാണം എന്തുകൊണ്ട്, അപ്പൊ എവിടേക്ക് വന്ന് പോകണം, വീട്ടിൽ പാടവർ പോകണം, അല്ലെങ്കിൽ എന്തൊക്കെ വാങ്ങിക്കണം. അപ്പൊ ഇവിടെ വിളിച്ചപ്പോൾ പറഞ്ഞു, ശരി നീ ഉച്ചയ്ക്ക് പണിസ്ഥലത്തേക്ക് പോവാൻ, നമുക്ക് പോവാന്ന്. മുസ്ലിം ചെറുപ്പക്കാരൻ. ഇവർ ഉച്ചയ്ക്ക് പണിസ്ഥലത്തേക്ക് ചെന്നു. ചെന്നപ്പോ ഇവന്റെ ബൈക്കില് പറഞ്ഞിട്ടാണ് ഈ സ്ത്രീ ഇവളെയും കൂട്ടി പോയി. അവർക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോയി, പോകേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോ ഞാൻ എന്തെങ്കിലും കഴിക്കാന്ന് പറഞ്ഞു ഒരു ഐസ്ക്രീം പാർലർ, കുഞ്ഞാലിക്കുട്ടിയുടെ അല്ല, ഐസ്ക്രീം പാർലറിൽ കഴിക്കുന്ന എന്തൊക്കെയോ കഴിച്ചു. പക്ഷെ ഇതൊക്കെ ആരോ വാച്ചിരുന്നുള്ളതാണ്. അവര് നോക്കുമ്പോ കാല് കൊണ്ടെടുത്തൊരു ചെറുപ്പക്കാരൻ പർമ്മയിട്ടൊരു സ്ത്രീയുമായിട്ട് ഞാൻ നടക്കുന്നു. അവിടുന്ന് ഐസ്ക്രീം പാർലറിൽ നിന്ന് ഇറങ്ങലും എടുത്തിട്ട് പൂശി കഴിഞ്ഞു. മുസ്ലിം ചെറുപ്പക്കാരൻ മുസ്ലിം ചെറുപ്പക്കാരനെ അടിച്ചു. കാവ്യം കൊണ്ട് എടുത്തോന്റെ കൂടെ പർദ്ദയിട്ട സ്ത്രീയെ കണ്ടപ്പോ എത്രമാത്രം അവർ ശ്രദ്ധിക്കുന്നു. അടുത്ത കേസ് ഇവിടെ തന്നെയാണ്. അത് 2 ഹിന്ദുക്കളാണ്. ലേശ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതാണ്. ബോയ് ഫ്രണ്ടുമായിട്ട് ഒന്ന് സിനിമയ്ക്ക് പോയതാണ്. ഈ കാര്യം പോയിരുന്നുള്ളൂ, മനസ്സിന്റെ ഉള്ളിൽ പരിഭ്രമുണ്ട്. അതുകൊണ്ട് നാട്ടുകാരെ ആരെങ്കിലും കാണുക വെച്ചിട്ട് ഈ കുട്ടി എന്ത് ഈ ഷാളിന്റെ തല എടുത്തിട്ട് ഇങ്ങനെ ഇട്ടു, തലയെക്കൂടി ഇട്ടു. സിനിമ എന്നെ ആരും തിരിച്ചറിയണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നു. ആളെന്താണ് നോക്കുന്നത്, നല്ല ചന്ദനപ്പൊട്ടൊക്കെ ഒരു പയ്യനപ്പുറത്ത് തലയെക്കൂടി മുണ്ടക്കെട്ടിട്ടുള്ള ഒരു സ്ത്രീ. ബോയ് ഫ്രണ്ട് ഗേൾഫ്രണ്ടിന് ചില വേഷ്ടകളൊക്കെ മറ്റുള്ളവർക്ക് പിടിക്കാൻ പറ്റുന്ന വേഷ്ടകളൊക്കെ നടന്ന് കാണാം. ഇന്ദ്രവലില് വെളിച്ചം വന്നതും അടിയും കഴിഞ്ഞു. കാരണം ഒരു മുസ്ലിം പെൺകുട്ടിയെ കൊണ്ടു ഹിന്ദു ചെറുപ്പക്കാരൻ വേണ്ടാത്ത വിധത്തിൽ നടക്കണമെന്ന് എത്രമാത്രം ശ്രദ്ധിക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ പോയിട്ട് അതൊക്കെ മതേതരത്വത്തിന്റെ അക്കൗണ്ടിലാണ് ഞാൻ എഴുതി തള്ളി നമ്മൾ ആശ്വസിക്കുക. ഭരണകർത്താക്കൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ആർക്കും പ്രതികരിക്കാനും ആർക്കും പ്രതിഷേധിക്കാനും പ്രതിഷേധിച്ചാലും വല്ലവരുടെയും ഗുഡ് ബുക്ക് നിന്ന് ഇറങ്ങിപ്പോയാലോ, മതേതരത്വം നമ്മളിൽ നിന്ന് പോയിപ്പോയാലോ എത്ര നാൾ ഈ ഭാരം നമ്മൾ ചുമക്കും? മതേതരത്വം വേണം. ഈ നാടിനെ മതേതരത്വം പഠിപ്പിക്കാൻ കഴിയുള്ളൂ. എല്ലാ മതത്തെയും തുല്യമായി കണ്ടത് ഇവിടെയാണ്. ഒരു ഗതിയും പരഗതിയില്ലാതെ ഇവിടെ വന്നവരെയൊക്കെ തന്നെ അവരുടെ പുസ്തകം ഏതെന്ന് ചോദിക്കാതെ, ആചാര്യൻ ഏതെന്ന് ചോദിക്കാതെ, ഈശ്വരൻ ഏതെന്ന് ചോദിക്കാതെ 2 കയ്യിൽ നീട്ടി സ്വീകരിച്ച നാട് നമ്മുടെ നാടാണ്. ആ നാടിനെ കഴിയുള്ളൂ, അവിടെ മതേതരത്വം പഠിപ്പിക്കാനും പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള നഷ്ടങ്ങളൊന്നും സഹിക്കുന്നതിന് മതേതരത്വം എന്ന് പറഞ്ഞു ഒരാൾക്ക് എതിർക്കണ്ട. ഒരു മുസ്ലിം കൂടുതൽ നല്ല മുസൽമാനാണ്, ഒരു ക്രിസ്ത്യാനി കൂടുതൽ നല്ല ക്രിസ്ത്യാനിയാണ്. അതിനെയൊന്നും ഹിന്ദുവാക്കുന്നത് നമ്മുടെ കടമയല്ല, നമ്മുടെ ലക്ഷ്യത്തിൽപ്പെട്ടതുമല്ല. അതൊക്കെ ദൈവം നിശ്ചയിക്കട്ടെ. നമ്മളെക്കാൾ ശക്തനാണ് ദൈവമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മതം നിശ്ചയിച്ചത് ഞാനല്ല, ഈശ്വരനാണ്. ഞാൻ ആരുടെ ഗർഭപാത്രത്തിൽ ജനിക്കണമെന്ന് എന്റെ ആഗ്രഹപ്രകാരമല്ല, ഈശ്വരൻ നിശ്ചയിച്ചത്. എന്റെ ഗർഭപാത്രത്തിൽ ചുമക്കുമ്പോൾ എന്റെ അമ്മ ചെയ്ത ആചാരങ്ങളെ തുടങ്ങുന്നു എന്റെ മതം. അത് എന്റെ ഇഷ്ടപ്രകാരമല്ല, അത് നിശ്ചയിച്ച ദൈവമാണ്. ആ ദൈവത്തിന് നിശ്ചയിക്കാം എങ്ങനെയാണ് വൈഖരിയിട്ട് പോകേണ്ടത്. അപ്പൊ ദൈവം വിധിക്കുകയാണ്. ഹിന്ദുക്കൾ മോശമാണെങ്കിൽ, വിഗ്രഹാരാധന തെറ്റാണെങ്കിൽ, ബഹുദൈവാരാധന പാപമാണെങ്കിൽ ദൈവം നിശ്ചയിച്ചോട്ടെ. ഇനി മുതൽ ഹിന്ദു സ്ത്രീകളാരും പ്രസവിക്കണം. നമുക്ക് അംഗീകരിക്കാം, ഒരു കുഴപ്പമില്ല. ദൈവത്തിന്റെ തീരുമാനം നമ്മൾ അംഗീകരിക്കാം.
എണ്ണം പുറത്താക്കാനുള്ള ഈ തീരുമാനത്തെ ഇന്ന് ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ചെയ്യുന്നു. നാളത്തെ സ്ഥിതിയോ ചിന്തിച്ചു നോക്കുക. ഇവിടുത്തെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, ഇവിടുത്തെ എന്ന് പറയുന്നത് അവിടെ പറഞ്ഞ ശീലത്തിൽ കൊണ്ടുപോവുക. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പലതും, അന്യദാഹരണം കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മതം മാറ്റത്തിന്റെ കേന്ദ്രം. അവിടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് തൊട്ടടുത്ത കസേരയിൽ ഇരിക്കുന്ന കുട്ടി ഈ കുട്ടി ഇരിക്കുമ്പോൾ ചിന്തിക്കുന്നത് വൈദ്യശാസ്ത്രത്തെ പറ്റിയല്ല, രോഗത്തെ പറ്റിയല്ല, മരുന്നിനെ പറ്റിയല്ല. അടുത്തിരിക്കുന്ന കുട്ടിയെ എങ്ങനെ എന്റെ മതത്തിലേക്ക് മാറ്റാമെന്നതിനെ പറ്റി ഗൗരവമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മീന എന്നൊരു ബ്രാഹ്മണ യുവതിയെ ആമിനയാക്കി മാറ്റാൻ കഴിഞ്ഞു. അങ്ങനെ ഒന്നല്ല അനവധി. ആ ആമിനയിൽ ഇസ്ലാമിക സംഘടനകളുടെ ഇഷ്ടപ്പെട്ട മതപ്രഭാഷകൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചൂണ്ടിയില്ല. അങ്ങനെ പലരെയും കിട്ടുമ്പോൾ അവരിങ്ങനെ വല എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആയിക്കോട്ടെ, ഒരെണ്ണം കുറഞ്ഞിട്ട് നമുക്ക് വിഷമമില്ല. പക്ഷെ ഒരു മീനയെ ആമിനയാക്കാനുള്ള മനസ്സുമായി തൊട്ട കസേരയിലിരുന്ന് വൈദ്യശാസ്ത്രം പഠിച്ച കുട്ടി നാളെ ടെലസ്കോപ്പ് നോക്കി ഡോക്ടറായി സമാജത്തിൽ ഇറങ്ങിയാൽ ഏത് രൂപത്തിൽ ചികിത്സ ചെയ്യുന്നുണ്ട്? നമ്മുടെ കുട്ടികളെ എന്ത് വിശ്വസിച്ച് അവരുടെ മുന്നിൽ കൊണ്ടുപോകുന്നു? അവരുടെ പ്രജനനശേഷി നശിപ്പിക്കില്ല എന്നായിരുന്നു. കാരണം എണ്ണം കുറയ്ക്കാനേ ഭാവിയിൽ കൊടുത്ത് മക്കളുടെ വണ്ണം വെച്ചാൽ മതി. കുഞ്ഞുനാളിലെ വല്ല മരുന്ന് കൊടുത്ത് പ്രജനനശേഷി നശിപ്പിക്കില്ല എന്നായിരുന്നു. മാരകമായ രോഗത്തിന്റെ വിത്തുകൾ കടത്തിവിടില്ല എന്ന് ആര് കണ്ടു? കാരണം ഒരു മീനയെ ആമിനയാക്കാൻ ഇതുപോലുള്ള മീനമാരെ ഇനിയും കിട്ടുമോ എന്ന് നോക്കി ആ മനസ്സുമായിരിക്കുന്നവനാണ് സമാജത്തിന്റെ രക്ഷകരായി മാറേണ്ട, ഈശ്വരനെ പോലെ വരേണ്ട ഡോക്ടറാണ്. അവിടെ പോലും ഇത്തരത്തിലുള്ള നെറികെട്ട കളികൾ നടത്തുമ്പോൾ അവിടെയാണ് ഹിന്ദു ഐക്യവേദിക്ക്, ഹിന്ദുത്വ അഭിമാനമുള്ളവരോട് നമുക്ക് ഒരുമിച്ച് നിൽക്കണം എന്ന് പറയേണ്ടി വരും. അത് ഇസ്ലാമിനെ ഇല്ലാതാക്കാനല്ല, ക്രിസ്ത്യാനിയെ ഇല്ലാതാക്കാനല്ല, ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി. ഏത് രാഷ്ട്രീയം എന്ന് വെച്ചോട്ടെ, എല്ലാവർക്കും രാഷ്ട്രീയമാകാം. മുസ്ലിങ്ങൾക്കൊക്കെ രാഷ്ട്രീയമില്ല, ക്രിസ്ത്യാനികൾക്കൊക്കെ രാഷ്ട്രീയമില്ല, പല രാഷ്ട്രീയമില്ല. നമുക്ക് പല രാഷ്ട്രീയമാകാം. കോൺഗ്രസ് ആകാം, കമ്മ്യൂണിസ്റ്റ് ആകാം, BJP ആകാം, കുഴപ്പമില്ല. ഒറ്റ രാഷ്ട്രീയ പാർട്ടി പോകണമെന്നില്ല. മുസ്ലിം ലീഗിന് ഒറ്റ MP പാർലമെന്റിനുണ്ട്, ഒറ്റ MP. പക്ഷെ എല്ലാ MP മാരും പാർലമെന്റ് മൊത്തം മുസ്ലിം സമൂഹത്തിന് വേണ്ടി ചിന്തിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് എന്ത് ചെയ്യാൻ? ഒറ്റയാളുള്ളൂ, പക്ഷെ അയാളേക്കാൾ തീവ്രമായിട്ട് മറ്റുള്ളവർ ചിന്തിക്കും. ഇതെന്തുകൊണ്ട്? അങ്ങനെ ഒരു അവസ്ഥ സംജാതമാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓരോ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർക്ക് നമ്മൾ മനുഷ്യരാണെന്നൊരു ബോധം, നമുക്ക് ചില പ്രശ്നങ്ങളുണ്ടായി എന്നൊരു ബോധം എന്തുകൊണ്ടുണ്ടാകുന്നില്ല? തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ മാത്രം പറയുന്നത് ഭൂരിപക്ഷ ഭിന്നത്തിനാ പോളിംഗ് ബൂത്തിൽ പോകുന്നത്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ മതേതരത്വപ്പെടുന്നു. ആര് കണ്ട് മതേതരത്വം? ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിട്ട് എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നാലെണ്ണം ഭക്ഷിക്കുന്നു. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായിട്ട് പറയുന്നതല്ല. പക്ഷെ ഇവിടെ ആർക്കൊണ്ട് മതേതരത്വം? കേരളത്തിലെ രണ്ട് മുന്നണികളെ നോക്ക്. വെറുതെ രാഷ്ട്രീയമായിട്ട് തെറ്റിദ്ധരിക്കണ്ട. നിങ്ങൾ പലർക്കും പല രാഷ്ട്രീയം ഉണ്ടായിരിക്കാം. ഞാൻ അതിനെ ഒന്നും ഒന്നിനെ അനുകൂലിക്കുകയും ചെയ്യുന്നില്ല. പക്ഷെ ചിന്തിച്ചു നോക്കുക, കേരളത്തിൽ ആർക്കൊണ്ട് മതേതരത്വം? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MM ഹസൻ എന്ന കോൺഗ്രസുകാരന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. ഇദ്ദേഹം ആഗ്രഹിച്ചതാണ്, സീറ്റ് വേണം, സീറ്റ് നിഷേധിക്കപ്പെട്ടു. കാരണം 140 സീറ്റേ ഉള്ളൂ. മറ്റേ സഖ്യകക്ഷിയൊക്കെ ഒപ്പം കൊടുത്താൽ മക്കാപ്പിക്കൊക്കെ വേണം എല്ലാവരും അധികാര പണികളെ തൃപ്തിപ്പെടുത്താൻ. 14,000 അവകാശവും ഉണ്ടാവുക. ചിലർക്ക് കിട്ടില്ലേ സ്വാഭാവികം. പക്ഷെ MM ഹസന് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോ കോൺഗ്രസിലെ മുസ്ലിം കോൺഗ്രസുകാരെ യോഗം കൂടി ഇറങ്ങാൻ കൊടുത്ത്. അതെന്ത് കോൺഗ്രസുകാരപ്പ? മതേതരത്വം എന്ന് മാത്രം പറഞ്ഞാൽ ഇതെന്ത് മുസ്ലിം കോൺഗ്രസ്? തലയക്കുഞ്ഞി ബഷീറിന് MM ഹസനൊന്നും സീറ്റ് കൊടുത്തില്ല. അവര് ബഹളം കൂട്ടി. ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം ഞങ്ങൾക്ക് വേണമെന്ന്. ഇപ്പൊ MM ഹസന് മതേതരത്വം വരുത്താൻ കഴിയുന്നു, മുസ്ലിം കോൺഗ്രസുകാർക്ക് വരാൻ കഴിയുന്നു. പാലക്കാട് ഏറ്റവും വലിയ ഹിന്ദു വോട്ടുള്ള പാലക്കാട് മണ്ഡലം, പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗോപിനാഥ്, അദ്ദേഹം അവരുടെ സീറ്റിന് ആവശ്യപ്പെട്ടു. സീറ്റ് നിഷേധിക്കപ്പെട്ടു. കുറെ കാലങ്ങളായി നിഷേധിക്കുന്നു. അങ്ങനെ വെക്കുന്നു. കോൺഗ്രസിലെ ഹിന്ദുക്കൾ യോഗം ചെയ്യുന്നു. ഗോപിനാഥിന് സീറ്റ് നിഷേധിച്ചതിന് പ്രതിഷേധിച്ചുകൊണ്ട് ഗോപിനാഥിന് സീറ്റ് നിഷേധിച്ചു എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടർമാരുള്ള പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് ഇന്നലെയോ മിനിഞ്ഞാന്നോ KSUവിലൂടെ കൊടി പിടിച്ചു വന്ന ഷാഫി പറമ്പിൽ അവിടെ സ്ഥാനാർത്ഥിയായി ഗോപിനാഥിന്റെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഗോപിനാഥിന്റെ സ്ഥാനത്ത് ഷാഫി പറമ്പിൽ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തു. കഴിയുമോ കോൺഗ്രസിലെ ഹിന്ദുക്കൾക്ക് സമ്മേളിക്കാൻ? ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് പറയാൻ? കഴുത കാമം കരഞ്ഞു നിൽക്കണമായി പാവങ്ങൾ വാതിലടച്ച് കരയുക. ഞങ്ങളെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഫോൺ ചെയ്ത് അവിടെ ഞങ്ങളുടെ കാര്യമൊക്കെ വളരെ കഷ്ടമാണ്, വൃത്തിയില്ലല്ലോ അങ്ങനെയല്ലേ, അകത്ത് മാത്രം വെച്ച് കരയാൻ, ഉള്ളും തേങ്ങുമ്പോഴും പുറത്തേക്ക് മതേതരത്വത്തിന്റെ ചിരിക്കാൻ അവരൊക്കെ നിർബന്ധിതരാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് PC ചാക്കോ പെട്ടെന്ന് വന്നൊരു പത്രസമ്മേളനം നടത്തി. പ്രത്യേകിച്ച് വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. ഡൽഹിയിൽ നിന്ന് തുറന്നു വന്നൊരു പത്രസമ്മേളനം നടത്തി. പത്രക്കാർ ചോദിക്കാത്ത ചോദ്യത്തിന്റെ ഉത്തരം PC ചാക്കോ പറഞ്ഞത്. PC ചാക്കോ പറഞ്ഞെന്താ പറയുക? രമേശ് ചെന്നിത്തല മത്സരിച്ചത് മുഖ്യമന്ത്രി ആവാനൊന്നുമില്ല. പത്രക്കാരെ നോക്കിയിട്ടൊന്നുമില്ല. മുഖ്യമന്ത്രി ആവാനൊന്നുമല്ല, അദ്ദേഹത്തിന് പാർലമെന്ററി മോഹം കൊണ്ട് നിൽക്കുക.
ഇതെന്തിനാ PC ചാക്കോ പെട്ടെന്ന് എന്ന് പറഞ്ഞത്? അങ്ങനെ ഒരു വിഷയം ഇവിടെ വന്നായിരുന്നില്ലല്ലോ. അതിനൊറ്റ കാര്യമുള്ളൂ. PC ചാക്കോ അടിവരയിട്ട് പറയുമായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയാണ്, രമേശ് ചെന്നിത്തലയല്ല. എന്തുകൊണ്ട്? ഉമ്മൻചാണ്ടിയുടെ തലയിൽ PC ചാക്കോയുടെ തലയിൽ വീണത് ഒരേ മാമോദിസ വെള്ളമായതുകൊണ്ട് ആ വെള്ളം രമേശ് ചെന്നിത്തലയുടെ തലയിൽ വീഴാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് നടന്നു എന്ന് പറഞ്ഞത് ഉമ്മൻചാണ്ടി തന്നെയാണ്, മറ്റൊരാളല്ല. ആവശ്യപ്പെട്ടിട്ട് അങ്ങനെ വിഷയം വരാതെ. അപ്പൊ ആര് മതേതരന്മാരാകുന്നു? ഒരു പിടി ഹിന്ദുക്കളല്ലാതെ. ഈ മറുഭാഗത്ത് LDF നയിക്കുന്ന CPM സ്ഥിതിയോ? പാവങ്ങള് കാലങ്ങളായി പുറകെ ന്യൂനപക്ഷത്തിന്റെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ആര് കൂട്ടാക്കുന്നു, എവിടുന്ന് കിട്ടുന്നു, ആരെ മതേതരനാക്കാൻ കഴിയുന്നു? ചിന്തിച്ചു നോക്കൂ. മലപ്പുറം ജില്ലയില് പ്രത്യേക മീറ്റിംഗുകൾ വിളിച്ചു ന്യൂനപക്ഷങ്ങൾക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങളെ പറ്റിയിട്ട്. ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥിതി എനിക്കറിയാം. 16 ഗ്രാമപഞ്ചായത്തിലെ മലപ്പുറം ജില്ലയിലെ CPM എന്ന് പറഞ്ഞ സാധനം മരുന്നിന്. അതേസമയം കണ്ണൂർ ജില്ലയിലെ പല പഞ്ചായത്തുകളിലും എതിരിയാണ്. ഇതെന്തുകൊണ്ട്? അവിടുത്തെ ജനസംഖ്യ എന്ന് പരിശോധിച്ചാൽ മതി. കണ്ണൂരിലെ ജനസംഖ്യ മലപ്പുറത്തെ ജനസംഖ്യ എന്ന് പരിശോധിച്ചാൽ സംഗതിനെ കണക്ക് വശപ്പെടുത്താൻ കിട്ടും. കോട്ടയം ജില്ലയിലെ 12 ഗ്രാമപഞ്ചായത്ത് CPM എന്ന് പറഞ്ഞൊരു സാധനം മരുന്നിന്. എന്തൊക്കെ ചെയ്തു, എന്തെങ്ങനെയൊക്കെ പുറകെ പോയി. പക്ഷേ അവരുടെ മനസ്സ് കീഴടക്കാൻ കഴിയുന്നില്ല. ഇനി കൂടെ നിർത്തി പലരെയും ജയിലിലേക്ക് കൊണ്ടുപോയി. കണ്ണൂർ ജില്ലയിലെ അടികൊണ്ട് കൊലപാതകം നടത്തി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ച എത്ര സഖാക്കളുണ്ട് കണ്ണൂർ ജില്ലയില്. അവരെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അബ്ദുള്ളക്കുട്ടിയെ, SFIയുടെയും DYFIയുടെയും കടന്നു വന്ന അബ്ദുള്ളക്കുട്ടിയെ 2 പ്രാവശ്യം ഇൻകുലാബിന്റെ ആരവത്തോടെ പാർലമെന്റിലേക്ക് അയച്ചു. ഇറങ്ങി വരുമ്പോ അല്ലാഹു അക്ബർ എന്ന കണ്ണീർ നോക്കി അബ്ദുള്ളക്കുട്ടി പോയ വഴിയിൽ അണ്ടി പോയ അണ്ണാനെപ്പോലെ ഇവര് നോക്കി. ആലപ്പുഴയിലെ പുന്നപ്രവേലാറിന്റെ മണ്ണില് എത്രയോ ധീര രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് CS മനോജ് എന്ന പള്ളി പ്രാസംഗികനെ കൊണ്ടുപോയിട്ട് ഇത് തന്നെ ചെയ്തു. CS മനോജ് അങ്ങോട്ട് ഇൻകുലാബിന്റെ ആരവത്തിൽ പോയി ഇങ്ങോട്ട് അല്ലേലുയാന്ന് പറഞ്ഞിറങ്ങി ഒരു പള്ളി പ്രാസംഗികനായി പോയപ്പോ വീണ്ടും നടപ്പെട്ടതാക്കേണ്ടി. SFIയുടെയും DYFIയുടെയും കേരളത്തിന്റെ ഝാൻസി റാണിയായി മാറ്റിയ സിന്ധു ജോലി, ഝാൻസി റാണിയായി കേരളത്തിന്റെ പടിവാള ഓരോ വാർഡിലും എത്തിയിട്ടുണ്ട് കോളേജുകളുടെ. പക്ഷെ ഝാൻസി റാണി സഭക്കാർ എന്ന് പറഞ്ഞപ്പോ അല്ലേലുയാന്ന് പാടി താൻ ആർക്കെതിരെയാണോ മത്സരിച്ച് ഉമ്മൻചാണ്ടിയുടെ കാൽച്ചോട്ടി വന്നപ്പോ പാവ സഖാക്കളെ ചീമുട്ട എറിയാൻ വാങ്ങി നടക്കുക. ഈ ഗതികേട് ആദ്യം തിരിച്ചറിയേണ്ട ഉള്ളിലിരിക്കുക. എന്താ അതൊക്കെ എങ്ങട്ടാ പോണെ? എങ്കിൽ ഇങ്ങനെ വല്ല ഗതികേടും ഉണ്ടാകുമായിരുന്നു. കണ്ണൂര് കിലാപ്പറയുടെ ഒരു പൊതുയോഗത്തിന് ഞാൻ കണ്ടപ്പോ ഞാൻ അന്തമിട്ട് പോയി. ഇവിടെ എന്താ ഇന്ത്യ പാക്ക് അതിർത്തി ചെന്നു. കാരണം തോപ്പൊക്കെ ആയിട്ട് അങ്ങനെ പട്ടാളം നിൽക്കണമായിട്ട് അങ്ങനെ കവർ ചെയ്ത് നിൽക്കുക. എനിക്കെന്ന് വരുമ്പോ ഇതൊക്കെ എനിക്കുള്ള നിരക്കിയാണ് വരുന്നത്, എനിക്കുള്ളതല്ല. തലേ ദിവസം സിന്ധൂരേരി അവിടെ പ്രസംഗിച്ച് തീമുട്ടയോടും ഏറുമൊക്കെ നടന്നു. ഇന്നും അങ്ങനെ വല്ല ഉണ്ടായാലോച്ചിട്ട് 4 കൊല്ലം കവറിൽ നിൽക്കുന്നത് കഷ്ടം തോന്നി പാവപ്പെട്ട അവരുടെ അവസ്ഥയെ പറ്റിയിട്ട്. ഇവരെയൊക്കെ ഏറ്റി ചുമന്ന് നടന്നിട്ട് ഇവരിൽ ആരിലും മകേതെടുത്തുണ്ടായി. CPIയുടെ എല്ലാമായിരുന്നു റഹ്മത്തുള്ളൂ. മലപ്പുറം ജില്ലയിൽ എല്ലാമായിരുന്നു. ഹൗസിംഗ് ബോർഡ് ചെയർമാനായിരുന്നു. പല തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിധി വന്നതിന്റെ പിറ്റേ ദിവസം അതൊക്കെ ഇൻകുലാബിന്റെ ആരവത്തിൽ നിന്ന് റഹ്മത്തുള്ള അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് പാലക്കാട് തങ്ങളുടെ പടിപ്പരയിൽ പോയി സാഷ്ടാംഗം വീണപ്പോ CPIക്കാരും അന്തം. ഇതാണ് ഇപ്പൊ തിരിച്ചറിയുക. നമുക്ക് ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരിൽ പരിവർത്തനം വരുത്താൻ ഒന്നാണ്. പ്രശ്നങ്ങൾ പറഞ്ഞ് സമയം എന്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് എന്ന തിരിച്ചറിവ് എനിക്ക് തീർച്ചയായും ഉണ്ട്. പ്രശ്നങ്ങളിൽ ജനിച്ച് പ്രശ്നങ്ങളിലുള്ളവരല്ല നമ്മൾ. പരിഹാരമെന്ന് എനിക്ക് നിങ്ങൾക്കും ആ പരിഹാരം പറഞ്ഞു തന്ന സന്യാസി ശ്രേഷ്ഠന്റെ നാമധേയത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത്. ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറമായിട്ട് ഹിന്ദു ഒന്നാവുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം എന്നാകാവുന്ന വേദികളിലൊക്കെ പറയുകയും അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്ത സത്യാനന്ദ സരസ്വതി തിരുവടികൾ. അദ്ദേഹം നൽകിയ മാർഗദർശനത്തിനനുസരിച്ച് കേരളത്തിന് നീങ്ങാൻ സാധിച്ചാൽ, നമുക്ക് നീങ്ങാൻ സാധിച്ചാൽ തീർച്ചയായും നമുക്കൊരു ഭാവിയുണ്ട്. ഇതിനൊന്നും കേട്ട് നമ്മൾ പരിഭ്രമിക്കണ്ട. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു ഒറ്റ ഉണർവ് ഹൈന്ദവ സമാജത്തിനുണ്ടായിരുന്നു. സ്വാമിജിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് രൂപപ്പെട്ട ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധിയായാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നു നിൽക്കുന്നത്. ഏതാനും ചെറിയ വാക്കുകൾ ഹിന്ദു ഐക്യവേദിയെ പറ്റി ഇവിടെ പലരും പറഞ്ഞു. കൂടുതൽ ഒന്നുകൂടി വ്യക്തമാക്കാൻ, ഹിന്ദു ഐക്യവേദി എന്ന് പറഞ്ഞാൽ പുതിയൊരു സംഘടനയല്ല. സംഘടനകളെ ഒരുമിപ്പിക്കുന്ന ജോലിയാണ് ഹിന്ദു ഐക്യവേദിക്ക് ചെയ്യുന്നത്. കേരളത്തിലെ സാമുദായിക സംഘടനകൾ, കേരളത്തിലെ ഹിന്ദു സംഘടനകൾ, ക്ഷേത്ര സംഘടന, ഭരണസമിതികൾ, ക്ഷേത്ര ഉപദേശക സമിതികൾ, സന്യാസി മഠങ്ങൾ, ഇങ്ങനെ പല മുഖങ്ങളിലുമുള്ള ഹിന്ദു വിഭാഗങ്ങൾ ഒരു ചരടിൽ ഇണക്കി കോർക്കുക, അങ്ങനെ ഹിന്ദുവിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം കാണുക. ഇതാണ് ഹിന്ദു ഐക്യവേദിക്ക് ഏറ്റെടുത്ത് നടത്താനുള്ളത്. 1990-കളിലെ രൂപം കൊണ്ട ഹിന്ദു ഐക്യവേദി പൂന്തറ കലാപത്തിനും നിലക്കൽ പ്രശ്നത്തിനൊക്കെ പരിഹാരം കാണാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമായിരുന്നു ഹിന്ദു ഐക്യവേദി. മാറാട് സംഭവത്തിന് ശേഷമാണ് സംഘടനാ സ്വഭാവത്തിലേക്ക് ഇറങ്ങുന്നത്. കാരണം മാറാട് ഇരുത്തി ചിന്തിപ്പിച്ചു.
സ്വത്ത് മാത്രമല്ല പ്രശ്നത്തില്, വിശ്വാസം മാത്രമല്ല പ്രശ്നത്തില്, ജീവനും പ്രശ്നത്തില്. അവിടെയാണ് ഹിന്ദു ഐക്യവേദിക്ക് സംഘടനാ സ്വരൂപം വരുന്നത്. ഇത്തയായി കഴിഞ്ഞ 6-7 വർഷത്തിലെ പ്രവർത്തനം കൊണ്ട് താഴെത്തട്ടിലേക്ക് ഇറങ്ങാൻ ഇത് സജ്ജമായിരുന്നു. ആദ്യഘട്ടം എന്ന നിലയിൽ സ്റ്റേറ്റ് കമ്മിറ്റി മാത്രം ശക്തമായ രൂപത്തിൽ രൂപീകരിച്ചു. അതിനുശേഷം ജില്ലകൾക്ക് കമ്മിറ്റിയായി, താലൂക്കുകൾക്കായി, പഞ്ചായത്തുകൾക്കായി. ഈ വർഷം ലക്ഷ്യമായിട്ട് വാർഡുകൾ തോറും ഹിന്ദു ഐക്യവേദിയുടെ കമ്മിറ്റികൾ ഉണ്ടാക്കുക എന്ന ലക്ഷ്യമായാണ് ഹിന്ദു ഐക്യവേദി പ്രവർത്തിക്കുന്നത്. ഹിന്ദു നേരിടുന്ന ഒരു പ്രശ്നങ്ങളും ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത് എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഹിന്ദു ഐക്യവേദി പ്രവർത്തിക്കുന്നത്. അതിന് വേണ്ടത് ഒരു ഹിന്ദു മനസ്സാണ്. വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ സത്യാഗ്രഹികൾക്ക് കൊടുത്തിരുന്ന ഒരു മാർഗനിർദ്ദേശമുണ്ട്. സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിയും ഞാനൊരു ഹിന്ദുവാണ് എന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് വേണമായിരുന്നു ആ സത്യാഗ്രഹത്തിൽ നടന്നത്. അവിടെ വൈക്കം സത്യാഗ്രഹം വിജയം കണ്ടെങ്കിൽ അതിനുള്ള പ്രധാന കാരണം ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞ് നമ്മളിലേക്ക് ഇറങ്ങിയ ഒരു ശക്തിയുള്ളൂ. അത് നിസ്സാരമായ ശക്തിയല്ല. ഞാനൊരു ഈഴവനായിരിക്കാം, ഞാനൊരു നായരായിരിക്കാം, നമ്പൂതിരിയായിരിക്കാം, പാണനാകാം, പറയനാകാം. പക്ഷെ അതിനേക്കാൾ ഒരു ഹിന്ദു പോസ്റ്റിന് വേണ്ടി ഞാൻ ഹിന്ദുവാണ് എന്ന് പറഞ്ഞ് സമര രംഗത്തിറങ്ങുമ്പോൾ കിട്ടുന്ന വിദ്യുത് പ്രവാഹമാണ്. ആ പ്രവാഹമാണ് ആ സമരത്തെ വിജയിപ്പിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുടെയും പ്രവർത്തനം അങ്ങനെയാണ്. ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയുന്ന ഹിന്ദു സമാജത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു. പല തരത്തില് സമരം നടത്തി പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളുണ്ടാകും, മറ്റേ നിയമ നടപടികളിലൂടെ പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളുണ്ടാകും, ചർച്ചകളിലൂടെ പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളുണ്ടാകും. ഈ എല്ലാ തലത്തിലുമുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് ഹിന്ദു ഐക്യവേദി ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളെയും ഒരുമിപ്പിക്കാനുള്ള ശ്രമമാണ് ഹിന്ദു ഐക്യവേദി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരിധി വരെ അതിന് വിജയിക്കാനും ഹിന്ദു ഐക്യവേദിക്ക് സാധിച്ചിട്ടുണ്ട്. അപൂർവം ചില സംഘടനകൾ മാത്രം മാനസികമായ പിന്തുണയല്ലാതെ പരസ്യമായ പിന്തുണ നൽകാത്ത വിരലിലെണ്ണാവുന്ന ചില സംഘടനകൾ ഒഴികെ ബാക്കി എല്ലാ സമുദായ സംഘടനകളും ഹിന്ദു ഐക്യവേദിയുടെ പരിപാടികളുമായി സഹകരിക്കുന്നു. വളരെ അഭിമാനപൂർവ്വം ഒക്കെ കേന്ദ്രത്തിന്റെ പരിഗണനയിലിരിക്കുന്ന രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട്, കാരണം ഹിന്ദുത്വത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാന താണിയെടുക്കലായിരിക്കും രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചാൽ മതം മാറുന്നവന് അന്യായമായ ആനുകൂല്യങ്ങൾ കൊടുക്കാനാണ്, മതം മാറ്റം പ്രോത്സാഹിപ്പിക്കാനാണ്. പട്ടികജാതിക്കാരന്റെ ആനുകൂല്യം മതം മാറിയവനും കൊടുത്താലും അത് മറ്റേ മുക്കാചക്രത്തിന്റെ ശമ്പളം കിട്ടുന്ന പ്യൂണുദ്യോഗത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല അവരാ സംവരണമാണെന്ന് പറയുന്നത്. ഇന്ത്യൻ പാർലമെന്റിലേക്ക് 540 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് 80-ലധികം സീറ്റുകൾ ഈ പട്ടികജാതിക്കാർക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. പട്ടികജാതിക്കാരെയും സംവരണം ചെയ്ത് മറ്റേ മതം മാറിയവരെയും തുല്യമായി കണ്ടാൽ ഈ സീറ്റുകളിൽ നിന്നൊക്കെ മത്സരിച്ച് ജയിച്ചു വരിക മതം മാറിയ ക്രിസ്ത്യാനികളാണ്. നാളെ മതം മാറിയ മുസ്ലിങ്ങളുമായിരിക്കും തുല്യമായി കണ്ടാൽ 80 സീറ്റ് സുഖമായി ജയിച്ചു കിട്ടിയാൽ ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ സോണിയാഗാന്ധിയുടെ സീറ്റ് ഇല്ലെങ്കിലും നടക്കും. ഇന്നിപ്പോ സോണിയാഗാന്ധിയുടെ വ്യക്തിപ്രഭാവത്തിൽ നടത്താൻ കഴിയുന്നത്. നാളെ പാർലമെന്റിൽ തന്നെ നിയമങ്ങളൊക്കെ കൊണ്ടുവരാൻ 80 പേര്. പണ്ട് ഉത്തർപ്രദേശാണ് തീരുമാനിച്ചിരുന്നത് ഇന്ത്യ ആര് ഭരിക്കുന്നതിന് 80 സീറ്റാണ്. 80 സീറ്റ് നിസ്സാരമല്ല. ഈ ഒറ്റ ലക്ഷ്യമാണ്, അല്ലാതെ മുക്കാചക്രത്തിന്റെ പ്യൂണുദ്യോഗം കണ്ടിട്ടല്ല. ഇതിന് കൈയിട്ട് വരണം. ഇതിനെതിരെ ശക്തമായ സമര നടപടികൾ ഹിന്ദു ഐക്യവേദി ആസൂത്രണം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്ഷോഭം മാത്രം. ഇതിന്റെ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ ഹിന്ദു നേതൃ സമ്മേളനം വിളിച്ചു. 1-2 സംഘടനകൾ ഒഴികെ കേരളത്തിലെ എല്ലാ സാമുദായിക സംഘടനകളുടെയും പ്രാതിനിധ്യം അവരുടെ മറ്റുള്ളവരുടെയും മനസ്സുകൊണ്ടുള്ള അംഗീകാരം ഉണ്ടായിരുന്നു. അതിൽ നടന്നു. അതിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായ പരിപാടികൾ, മറ്റേ കേരളം മുഴുവൻ നടക്കുന്ന ഒരു യാത്രയടക്കമുള്ള ഈ രംഗനാഥ് മിശ്ര കമ്മീഷൻ റിപ്പോർട്ടിനെതിരെയുള്ള ജനബോധവൽക്കരണ പരിപാടികളും ഒപ്പം നിയമപരമായി ഇതിന്റെ പരിഹാരം കാണാനുള്ള പരിശ്രമവും ഹിന്ദു ഐക്യവേദി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളിൽ ഇന്റർ ചർച്ച് കൗൺസിലൊക്കെ കാണിക്കുന്ന, അല്ലെങ്കിൽ MEHന്റെ ഫസൽ ഗഫൂറൊക്കെ കാണിക്കുന്ന ധിക്കാരം, അല്ലെങ്കിൽ ആ ധാർഷ്ട്യത്തോടുകൂടിയുള്ള പെരുമാറ്റവും ഒന്നുമല്ലാത്ത ഹിന്ദുക്കളെ ഭിക്ഷക്കാരെ പോലെയാക്കുന്നു. നിയമപരമായി പരിഹാരം കാണാൻ, ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ, ബോധവൽക്കരണത്തിലൂടെ പരിഹാരം കാണാൻ ഹൈന്ദവ സമാജത്തിന് സമയം വൈകിപ്പോയില്ലേ എന്ന ചോദ്യം പലരിലുമുണ്ട്. ഇന്റർ ചർച്ച് കൗൺസിലൊക്കെ മാറി മാറി വരുന്ന ഓരോ ഭരണകൂടങ്ങളെയും മുട്ടുകുത്തിക്കുമ്പോൾ ഇനിയെങ്കിലും മാറ്റി പറയണ്ടേ? മിഷണറിമാര് അവരുടെ മനസ്സിന്റെ ഹൃദയ വിശാലത കൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടുത്തുയർത്തിയത് എന്ന് പുസ്തകങ്ങളിൽ എഴുതിയത് ഇനിയെങ്കിലും വായിക്കണ്ടേ? അവരുടെ ഹൃദയ വിശാലതയാണ്. എന്തായിരുന്നു? ബ്രോയിലർ ചിക്കനെ വളർത്തുന്നതൊക്കെ എന്തൊരു ഹൃദയ വിശാലത അറിയോ? മക്കൾക്ക് ഇങ്ങനെ തിന്നാൻ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്തിട്ടാ കോഴിയെ വളർത്തുക. കാരണം 40 ദിവസം കൊണ്ടൊക്കെ അങ്ങനെ വളർന്നു വലുതായി. എന്തുകൊണ്ട്? അപ്പോഴേ തൂക്കം കൂടുള്ളൂ. അപ്പോഴേ തൂക്കി വിൽക്കാൻ കാര്യമായിട്ട് പറ്റുള്ളൂ. കോഴി കച്ചവടക്കാർക്ക് വെച്ചാൽ ഒക്കെ ഹോർമോൺ കുത്തി വെച്ച് ഇങ്ങനെ വലുതാക്കിയ സ്വന്തം മക്കൾ വലുതാവാത്ര താല്പര്യം ഇല്ല. അതുപോലെയായിരുന്നു നമ്മുടെ എന്തൊരു സ്നേഹമായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ. ഇവിടെയുള്ള നാട്ടു വിദ്യാഭ്യാസം അവസാനിപ്പിച്ചിട്ട്
ഇനിയെങ്കിലും ആ തിരിച്ചറിവുണ്ടാകും. അപ്പൊ ഇങ്ങനെ 100 പ്രശ്നങ്ങൾ നടക്കുന്നു. ഇതിനൊക്കെ പരിഹാരം കാണാനുള്ള പരിശ്രമങ്ങൾ ഹിന്ദു ഐക്യവേദി നടത്തുന്നു. നമുക്ക് രണ്ടു കൂട്ടർക്കും പിതൃസ്ഥാനത്ത് നിൽക്കുന്നത് സമാദരണീയനായ സത്യാനന്ദ സരസ്വതി സ്വാമികളായിരുന്നു. ഹിന്ദു ഐക്യവേദി വളരെ ആകാംക്ഷയോടുകൂടി നിങ്ങളുടെ പിന്തുണയും സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ ഹൈന്ദവ പ്രവർത്തനങ്ങൾക്ക് ആളിന്റെ കുറവ് ഇന്നില്ല എന്നതൊരു വസ്തുതയുണ്ട്. ആശയമുള്ളവർ ധാരാളമായുണ്ട്. പക്ഷേ അവർക്ക് പിൻബലമായിട്ട് നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മനസ്സുകൊണ്ടുള്ള അംഗീകാരം, ആ ഓരോരുത്തർക്കും പ്രവർത്തന ഊർജ്ജങ്ങളുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് വളരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ പറ്റിയൊക്കെ ഉള്ളത്, മറ്റേ തിരുവാഭരണത്തെ പറ്റിയൊക്കെ ഉള്ള ഒരു പ്രമേയം ഇവിടെ നിന്ന് പാസ്സാക്കി എന്ന് പറയുമ്പോൾ, കേച്ചനെ പാസ്സാക്കി എന്ന് പറയുമ്പോൾ ഒരുപാട് വെയിറ്റ് ഉണ്ട്. നിങ്ങളുടെ മാനസികമായ പിന്തുണ, അതിലുപരി ആളക്കൊപ്പം അർത്ഥവും സംഘടനാ പ്രവർത്തനത്തിന്റെ, കാരണം ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യാനുള്ളതുകൊണ്ട് അവിടെ നിങ്ങൾ വലിച്ചെറിയുന്ന നാണയ കുട്ടികളെങ്കിലും ഒരു പാത്രത്തിൽ നിക്ഷേപിക്കാൻ പറഞ്ഞ സത്യാനന്ദ സരസ്വതി സ്വാമികള് നിങ്ങളുടെ മനസ്സിലുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ വരുമാനത്തിൽ നിന്ന് സാധ്യമാകുന്ന വിധത്തില് ഏതാനും നാണയ കുട്ടികളെങ്കിലും മാറ്റിവെച്ച് അത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഹിന്ദു ഐക്യവേദി ചെയ്യുന്ന മാത്രമല്ല, അവിടെ നേരത്തെ ശിവകുമാരി പറഞ്ഞ പോലെ പല പ്രവർത്തനങ്ങൾ, സേവാഭാരം നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, എല്ലാവരും ഹിന്ദുവിന് എന്തുകൊണ്ട് ഒരു മീഡിയ ശക്തമാകുന്നില്ല, എന്തുകൊണ്ട് നമുക്കൊരു ചാനൽ തുടങ്ങിക്കൂടാ? ഇത് കേട്ടാൽ ഞങ്ങൾ ആദ്യം വിചാരിക്കും ചാനൽ തുടങ്ങാനുള്ള ആലോചനകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും മനസ്സിനുള്ളിൽ ചാനൽ എന്ന് പറയുമ്പോൾ പലരും ചോദിക്കും, ടീച്ചറെ നമുക്കെന്താ ചാനൽ തുടങ്ങിക്കൂടെ? ഇവര് പറഞ്ഞത് ഞാൻ കേൾക്കാറില്ല. 6 മാസത്തെ ശമ്പളം എങ്ങനെ കൊടുക്കുന്നറിയാതെ കളഞ്ഞു മരുന്ന് ഓർമ്മ കുമ്മനം രാജ്യത്തിന് അപ്പൊ എന്റെ മനസ്സിൽ കണ്ടത്, ദൈവം ഒരു ചാനലിലൂടെ തുടങ്ങിയിട്ട് ഇനി ആരായിട്ട് തെക്കോട്ട് വടക്കോട്ട് ഓടിക്കുക എന്നുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത്. അപ്പൊ വസ്തുതയാണ്, ആഗ്രഹത്തായിട്ട് കാര്യമില്ല. നീങ്ങണമെന്ന് പലരുന്നു. കേരളം ഇവിടെ മാത്രമല്ല, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള എല്ലാവരും ഒരു ഭാഗമെങ്കിലും മാറ്റിവെക്കണം. 1 രൂപയെങ്കിലും, നാട്ടിൽ പറ്റത്തിൽ 1 രൂപ, ഇവിടെ നിങ്ങൾക്ക് $1 എങ്കിലും മറ്റെന്തിനെങ്കിലും ചെലവാക്കുന്നത് മാറ്റിവെക്കാൻ സാധിച്ചാൽ അത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാക്കാൻ കഴിഞ്ഞാൽ നമുക്കും ഭാവിയുണ്ട്, സംശയമില്ല. പ്രവർത്തനങ്ങൾ അവിടെ ചെയ്യുന്നതിന് പിന്തുണയും വേണം. പണം കൊണ്ട് മാത്രം ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയില്ല. പണത്തിനുപരിയായി നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പിന്തുണ, അനുഗ്രഹം, ആശീർവാദം, ഇതൊക്കെ ആവശ്യമാണ്. നാട്ടിലെത്തുമ്പോൾ പലരും ഇവിടെ നിന്ന് റിട്ടയർമെന്റിന് ശേഷം അല്ലെങ്കിൽ എങ്ങനെയാണ് തിരിച്ചെത്തുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ ആശയത്തിന്റെ പ്രചാരകരാകുന്ന പ്രവർത്തകരാണ്. അതിനൊരു വീര്യം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. മറ്റേ പശ്ചിമഘട്ടം കയറിയും കടന്നും മാത്രമല്ല, കടലേലും കടന്നേറുന്ന അന്യമാം ദേശങ്ങളിലും കൊന്നപ്പൂവിന്റെ വിശുദ്ധിയും ആ സംസ്കാരമൊക്കെ കാത്തു സൂക്ഷിക്കുന്ന നിങ്ങളും ഹിന്ദുവായി മലയാളിയായി സംഘടിക്കാൻ സാധിക്കുന്ന നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷ കേരളീയ സമൂഹത്തിനുണ്ട്. അതിനൊക്കെ ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ അനവധി സംഘടനകളുണ്ട്. നമ്മൾ നല്ല കാര്യം, അത് നല്ല കാര്യം. ഞാൻ ഒരിക്കലും അതിനെ തെറ്റായി കാണുന്നില്ല. ജാതികൾ ഒരു ശാപമായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യയിൽ പലരും പറയുന്ന ഹിന്ദുത്വത്തിന്റെ ശാപം ജാതിയായിരുന്നെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നില്ല. കാരണം ഹിന്ദുത്വത്തിന് ജാതി ഉണ്ടായിരുന്നത് കൊണ്ടാണ് അമേരിക്കയിൽ പറ്റിയതുപോലെ, ആസ്ട്രേലിയയിൽ പറ്റിയതുപോലെ, ആഫ്രിക്കയിൽ പറ്റിയതുപോലെ ഒരു കംപ്ലീറ്റ് തുടച്ചു നീക്കൽ പ്രഖ്യാപിക്കുന്നത്. അവിടെ നമ്മൾ ഓരോരുത്തരും ജാതികൾക്കുള്ളിൽ സംഘടിതരായിരുന്നു. അതുവരെ ഓക്കെ. പക്ഷേ ഉത്കൃഷ്ടതാ ബോധോ അപകർഷതാ ബോധോ രണ്ടുമാണ്. രണ്ടും കാണുന്നു നമ്മൾ. ഞാൻ കേവലാന്നുള്ള ഭാവമുണ്ട്, ഞാൻ കൊല്ലരുതാത്തോനാന്നുള്ള ഭാവമുണ്ട്. അതൊക്കെ കളയേണ്ട കാലം എന്നേ കഴിഞ്ഞു. ഇന്നലെ ചെയ്ത തെറ്റുകൾ ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കണ്ട. തെറ്റ് ചെയ്യാത്തവരായി നമ്മളിൽ ആരുമില്ല. ആരാ തെറ്റ് ചെയ്യാത്തത്? നമ്പൂതിരി തന്നെ താഴവരെയൊക്കെ മാറ്റി നിർത്തി, നായർ നമ്പൂരിയെ തൊഴുതു, ബാക്കിയുള്ളവരെയൊക്കെ മാറ്റി നിർത്തി, ഈഴവൻ നായരും നമ്പൂരിയും തൊഴുതു, അതിന്റെ ശേഷമുള്ളവരെയൊക്കെ മാറ്റി നിർത്തി. ഇങ്ങനെയൊക്കെ ഓരോരുത്തരെ പരസ്പരം മാറ്റി നിർത്തി. ഇനി അതിന്റെ താഴെ ആരുമില്ലെങ്കിൽ ഞാൻ അവനെയും തൊഴില്ല, അവൻ എന്നെയും തൊഴില്ല എന്ന് പറഞ്ഞ് പരസ്പരം മാറ്റി നിർത്തി. എല്ലാവരും സമാധാനിച്ചു. ഈ തെറ്റ് ചെയ്യാത്തവരായി സമാജത്തിൽ ആരും പിന്നെ ആരാരെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്? അതുകൊണ്ട് അതൊരു അബദ്ധം മാത്രമായിരുന്നു, അറിയില്ലാതെ ചെയ്ത അബദ്ധം മാത്രമായിരുന്നു. അതിന്റെ പേരിൽ പല തുരുത്തുകളിലാകണ്ട. പക്ഷെ നമുക്ക് പേരിൽ സംഘടിക്കാം, എല്ലാം ഒന്നായി മാറാൻ. നമ്മുടെ നവോത്ഥാന നായകന്മാർ ആഗ്രഹിച്ചിട്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറഞ്ഞപ്പോ ഒരു ജാതി മതം, ഒരു ജാതി ദൈവം എന്നല്ല ഉദ്ദേശിച്ചത്. അദ്ദേഹം ഉദ്ദേശിച്ചതിന്റെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ജാതിയിലേയും മതത്തിലേയും അല്ല അദ്ദേഹം പ്രചരിപ്പിച്ചത്.
അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആഗമാനന്ദ സ്വാമികളുടെ അനുഭവം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ജീവിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ മരണശേഷം ആദ്യത്തെ കാലഘട്ടത്തിൽ മരിച്ച ആ സമയത്ത് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങില് സ്വാഗത പ്രഭാഷകൻ അങ്ങനെ കത്തിക്കേറിയിട്ടേ ശ്രീനാരായണ ഗുരുദേവൻ മതേതരനാണ്, ജാതിയില്ല, മതമില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കത്തിക്കേറിയാണ്. അപ്പൊ ആഗമാനന്ദ സ്വാമി ഒരു ഉദാഹരണം കൊണ്ട് നേരിട്ടു വന്നു. ആഗമാനന്ദ സ്വാമി പറഞ്ഞ ഉദാഹരണം ഞങ്ങൾക്ക് അമ്മമാർക്ക് വേഗം മനസ്സിലാവും, അമേരിക്കൻ അമ്മമാർക്ക് മനസ്സിലാകും കേരളീയ സാഹചര്യത്തിൽ. കാരണം ഞങ്ങളെ ഇറക്കണ വലിയ പ്രശ്നം അടുത്ത പ്രസിഡന്റ് ബരാക് ഒബാമ തന്നെ ആയിരിക്കുമോ എന്നുള്ളതാണ്. സുഡാൻ വിഭജിച്ചത് ലോകത്തിന് വല്ല ഭീഷണിയാണ്. ഇതൊന്നും അല്ല ഞങ്ങളെ ഇറക്കുന്നത്. നാളെ എന്താ പരിവയ്ക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയൊരു വിഷയമൊന്നുമില്ല. അതന്നെ ആഗമാനന്ദ സ്വാമി അല്ലെങ്കിൽ എന്ത് കിട്ടണ കഷ്ടം ഒന്നാ ഇത് നീളത്തിൽ അടിച്ചിട്ട് വട്ടത്തിൽ അടിച്ചിട്ട് ഗതി കിട്ടിയിരിക്കുക, എന്താ ചെയ്യേണ്ടത് നിശ്ചയം ചെയ്യാണ്ട്. അപ്പോ പലപ്പോഴും ഭർത്താവിനോട് ഒന്ന് ചോദിക്കും രാവിലെ നേരെയുള്ള നേരത്തങ്ങാതെ എന്തെന്താ കൂട്ടാൻ വെക്കേണ്ടത്. അപ്പൊ ഭർത്താവ് പത്രത്തിലാവും, അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. നമ്മളെ സാമ്പാറാവല്ലേ, കുറച്ച് കഴിഞ്ഞാൽ നമ്മളെന്തോ സാമ്പാർ എന്നാലും എത്തി പിള്ളേരെ കുട്ടിയിൽ ശരിയായിരുന്നു. ഇതിന് ഭർത്താവിന്റെ ഉത്തരവൊന്നുമില്ല. എരിശ്ശേരി ഒരു പുളിയില്ലാണ്ട് എങ്ങനെ നമുക്ക് പുളിശ്ശേരി ആവാൻ. ഇങ്ങനെ പോയപ്പോ ഗതി കെട്ടപ്പോ ഭർത്താവ് എന്ത് പറഞ്ഞു, കറി എന്തായാലും കൊള്ളാം, സാറ് ഉണ്ടായാൽ മതി. കറി എന്തായാലും കൊള്ളാം, ഉത്തരം കിട്ടിയ ഭാവത്തിന് ഭാര്യ ഒഴിഞ്ഞു. ഉച്ചയ്ക്ക് ഭർത്താവ് ഉണ്ടാവുന്നില്ല, ഭാര്യ ചോളം കൊണ്ടിരുന്നു. കറി ഒന്നും വരുന്നതാണ്. ഭാര്യ ഭർത്താവ് എവിടെ കറിയോ? അപ്പൊ നിങ്ങളെന്താ രാവിലെ പറഞ്ഞു? ഞാനെന്താ പറഞ്ഞേ? നിങ്ങൾ പറഞ്ഞില്ലേ കറി എന്തായാലും കൊള്ളാം, സാറ് ഉണ്ടായാൽ മതി. അതിന് നീ എന്തിനാ കറി വെക്കാതിരുന്നത്? പിന്നെ ഞാൻ ഇന്നാളി കേട്ടല്ലോ ശ്രീനാരായണ ഗുരുദേവൻ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മതമേ വേണ്ടാമെന്ന്. അപ്പൊ കറി എന്തായാലും കൊള്ളാം, സാറ് ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കറിയേ വേണ്ട. ഗുരുദേവൻ ഒരു ഇത്തരത്തിലുള്ള വിശാല വീക്ഷണം വരുന്നത് സ്വന്തം ഉള്ളിലുള്ള ഹൈന്ദവ ധർമ്മത്തിന്റെ സനാതന ധർമ്മത്തിന്റെ വിശ്വാസം കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ മുഴുവൻ പരീക്ഷിച്ചാൽ നമുക്കറിയാം. അദ്ദേഹത്തെ നമ്മൾ അറിയുന്നത് ദൈവദശകം എന്ന പ്രാർത്ഥന കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ശരിക്കും അദ്ദേഹത്തിന്റെ രൂപം വരും. ആ പ്രാർത്ഥന ആദ്യമായി അവതരിപ്പിച്ചപ്പോൾ അവിടെ മഠത്തില് താമസിച്ച് പഠിക്കുന്ന പുലയ കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം എഴുതിക്കൊടുത്ത ആ പ്രാർത്ഥന ആ പുലയ കുട്ടികൾ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഗുരുദേവൻ തന്നെ വേദിയിലിരുന്ന് മറ്റുള്ളവരോട് പറഞ്ഞത്രേ, തേച്ച് കഴുകിയാൽ ഏത് നന്നാവില്ലേ, തേച്ച് കഴുകിയാൽ ഏത് നന്നാവില്ലേ, തേച്ച് കഴുകാൻ ഒരാഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒന്നും വേറെ എന്നല്ല, എല്ലാം ഒന്നും. നായന്മാര സമ്മേളനത്തെ ഒരുമിപ്പിക്കാൻ തന്റെ ആയുസ് മുഴുവൻ ഹോമിച്ച മന്നത്തപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു. പക്ഷെ ഒരിക്കലും നായരാക്കി മാറ്റി നിർത്താനില്ല. ഒരു മതിൽ കെട്ടണമെങ്കിൽ ഓരോ കല്ലും ചെത്തണം. കല്ല് ചെത്തിയിട്ട് മാറ്റിയിട്ട് ആ കല്ലിന് ഉറപ്പില്ല. പണിക്കാരോട് ചോദിച്ചാലറിയാം. കല്ല് ചെത്തിയ ഉടനെ അത് മതില് പഠിക്കണം, അല്ലെങ്കിൽ ആ കല്ല് ഇതിനും പറ്റില്ല. അങ്ങനെ ചെത്തിയില്ല മതില് പഠിക്കാൻ വേണ്ടി. നായരൻ ലോകം തുടങ്ങി നായരൻ അവസാനിക്കണമെന്ന കാഴ്ചപ്പാടല്ല, നായരെ ഹിന്ദുവാക്കി മാറ്റണം എന്ന വിശാലമായ കാഴ്ചപ്പാടോട് കൂടിയാണ് ചെയ്തത്. നായന്മാർക്ക് ഒരു ക്ഷേത്രത്തിൽ കടക്കാൻ പ്രയാസമില്ലാത്ത കാലത്തും വൈക്കൽ ക്ഷേത്ര നിരത്തുകളിലൂടെ അവർണർക്ക് കടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് സവർണ ജാഥ നയിക്കുമ്പോൾ ഹിന്ദു എന്ന വികാരമല്ലാതെ മറ്റെന്ത് വികാരം അമലത്തിന് നയിച്ചിരുന്നത്? ചിന്തിച്ചു നോക്ക്. വിവേകാനന്ദ സ്മാരകം കന്യാകുമാരിയെ കന്യകാമേരിയാക്കാനും ആ പാറയിലെ കുരിശു നാട്ടാനും തയ്യാറായപ്പോൾ അതിനെ പിഴുതു കളഞ്ഞവിടെ വിവേകാനന്ദ സ്മാരകം ഉയർത്താൻ അതിന്റെ സമിതിയുടെ ചെയർമാനായി സ്ഥാനം ഏറ്റെടുത്ത മന്നത്തിന്റെ മനസ്സിൽ ഹിന്ദു എന്ന വികാരമല്ലാതെ മറ്റെന്ത് വികാരം ഉണ്ടായിരുന്നത്? അധസ്ഥിതരെ മറ്റുള്ളവർക്കൊപ്പം എത്തിക്കാൻ തന്റെ ആയുസ് മുഴുവൻ ഹോമിച്ച മഹാത്മാ അയ്യങ്കാളി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നൊരേത് അദ്ദേഹത്തെയും മതം മാറ്റാൻ ആളുകൾ ഇങ്ങനെ പുറകെ നടന്നിരുന്നു. അപ്പൊ ഒരു ദിവസം അദ്ദേഹം പൊന്നു തമ്പരാന്റെ മുന്നിൽ വന്ന് തിരുവിതാംകൂർ മഹാരാജാവിന്റെ മുന്നിൽ വന്നിട്ട് ചിത്തിരതിരുനാൾ മഹാരാജാവിന്റെ മുന്നിൽ വന്ന് രണ്ട് കയ്യും തലയ്ക്ക് മുകളിൽ കൂപ്പിക്കൊണ്ട് പറഞ്ഞത്രേ, തമ്പുരാനെ അടിയന്റെ സമുദായങ്ങളിൽ ഈ മതം മാറ്റക്കാരുടെ കയ്യിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തി തരണം. മതം മാറ്റം നിയമം മൂലം നിരോധിക്കണം. മതം മാറി സ്വന്തം അയിത്തത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനല്ല അയ്യങ്കാളി ശ്രമിച്ചത്. ഈ മതം മാറ്റക്കാരിൽ നിന്ന് അടിയന്റെ സമുദായത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം എന്ന് പറഞ്ഞ അയ്യങ്കാളിയുടെ മനസ്സിൽ ഹിന്ദു എന്ന ചിന്തയുണ്ടായി. അതിനുവേണ്ടിയാണ് അധികൃതരെ സമ്മേളിക്കുന്നത്, ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി. ആ ചിന്ത മറന്നുകൊണ്ടുള്ള പ്രവർത്തനം നമ്മൾ നടത്തിയാൽ നമ്മൾ അവഹേളിക്കുന്നത്, നമ്മൾ ആരെയാണോ ആദരിക്കുന്നത് ആരാധിക്കുന്നത് അവരെ ആയിരിക്കും നമ്മൾ അവഹേളിക്കുന്നത്. അപ്പൊ നമുക്ക് പ്രവർത്തിക്കാം. നായരുടെ നന്മയ്ക്ക് വേണ്ടി, ഇടവന്റെ നന്മയ്ക്ക് വേണ്ടി, നമ്പൂതിരിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, പാണന്റെ നന്മയ്ക്ക് വേണ്ടി തീർച്ചയായും ഓരോ സംഘടനകളും പ്രവർത്തിക്കണം. ആകാവുന്നതൊക്കെ ചെയ്യണം. ഓരോ വർഷവും ഒരു കണക്കെടുപ്പ് നടക്കണം. നമ്മുടെ സമുദായ സംഘടനാ പ്രവർത്തനം കൊണ്ട് എത്ര വ്യക്തികൾക്ക് ഗുണമുണ്ടായി, എത്ര പരിപാടികൾ നടത്തിയെന്നുള്ളതല്ല, എത്ര വ്യക്തികൾക്ക് ഗുണമുണ്ടായി, എത്ര പേരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റി, എത്ര പരിപാടികൾ നടത്തിയത് ചോദ്യമാകുന്നു. അങ്ങനെ ഓരോ സംഘടനയും കണക്കെടുക്കുക. മാസത്തിലൊരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള എല്ലാ സംഘടനകളും ഒരുപാട്
സാങ്കേതിക വിദ്യയുടെ മികവൊക്കെയുണ്ട്. മാസത്തിലൊരിക്കൽ എല്ലാ സംഘടനകളുടെയും നേതാക്കൾ ഒരു കോൺഫറൻസ് കോളിലൂടെയെങ്കിലും സ്വന്തം പ്രവർത്തനങ്ങളൊന്നായി പറയുക. ഞങ്ങൾ ഇന്നത് ചെയ്തു, നമുക്കിങ്ങനെ ചെയ്തു പോകും. ഒരു മാനസികമായ ഐക്യമായ സംഘടന വേണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാ സംഘടനയും വേണം. സജീവമായി മുന്നോട്ട് പോട്ടെ. സംഘടന കൊണ്ട് ശക്തരാകാം, സംഘടന കൊണ്ട് തളരരുത്. സംഘടന കൊണ്ട് തളർന്നാൽ സംഗതി ആപത്താണ്. സംഘടന കൊണ്ട് ശക്തരാകുക. വ്യക്തിപരമായ നേരത്തെ ശ്രീകുമാർജി പറഞ്ഞ പോലെ നമ്മൾ പലരും പറയുന്ന പോലെ നെഗറ്റീവുകളെ പ്രൊജക്ട് ചെയ്ത് കാണിക്കാനുള്ള സംഘടന കൊണ്ട് ശക്തരാകാൻ നമുക്ക് എന്ത് മെച്ചമുണ്ടായി ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. കാരണം നമ്മൾ ഐസിയുലാണ്. അതുകൊണ്ട് ഓരോ ചലനവും നിർണായക. ടെമ്പറേച്ചർ നോക്കിക്കൊണ്ടിരിക്കണം, BP നോക്കിക്കൊണ്ടിരിക്കണം, ഷുഗർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ആരോഗ്യമുള്ള മനുഷ്യനല്ല, നമ്മൾക്ക് ഐസിയുലാണ്. അതുകൊണ്ട് നമ്മുടെ നേട്ടങ്ങളെ മാത്രം പ്രൊജക്ട് ചെയ്യുന്നു. മാസത്തിലൊരിക്കൽ ഒരു കോൺഫറൻസ് കോളിലൂടെ എങ്കിലും ഇവിടുത്തെ എല്ലാ സമുദായ സംഘടനകളും ഒന്ന് ഒരുമിക്കുന്നു. വർഷത്തിൽ 1 2 പരിപാടികളെങ്കിലും എല്ലാ സംഘടനകളും കൂടി യോജിച്ച് നടത്തുക. എല്ലാ സംഘടനകളും യോജിപ്പിക്കുക. അങ്ങനെ നമുക്ക് മതേതരത്വത്തിലേക്ക് എത്താം. നമ്മളൊക്കെ മതേതരത്വ വിശ്വാസികളാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനും മതേതരത്വ വിശ്വാസിയാണ്. പക്ഷേ ആദ്യം തന്നെ മതേതരത്വത്തിലേക്ക് ചാടാൻ പറ്റില്ല. ആദ്യം എന്റെ ജാതി ആയിക്കോട്ടെ, പിന്നെ എന്റെ മതം ആയിക്കോട്ടെ, പിന്നെ ഞാനും മതേതരത്വം. അതല്ലാതെ ഒരിക്കലും പോകാൻ കഴിയില്ല. ജാതിന്ന് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് മതേതരത്വത്തിലേക്ക് ചാടാൻ പുറപ്പെട്ടെന്നാലും തന്നെ നമ്മളൊക്കെ താഴെ വരും. അതിന്റെ ഇടയിൽ ഒരു സ്റ്റെപ്പ് കാണാതെ പോകരുത്. മതം എന്നെ ആ സ്റ്റെപ്പില് നമുക്ക് ഒരുമിച്ച് നിൽക്കാം. സമയം ഒരുപാടായി. അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, ഒരിക്കൽ ഒരു സ്ഥലത്ത് സർവൈശ്വര്യ പൂജ നടക്കണം. ഇപ്പൊ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഉണ്ട്. അപ്പൊ അർച്ചനയൊക്കെ കഴിഞ്ഞപ്പോ ആചാര്യൻ പറഞ്ഞു, ഇനി ഞാൻ ചില മന്ത്രങ്ങൾ ചെല്ലാം, ഒന്ന് നിങ്ങൾ ഏറ്റു ചെല്ലണം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിന്നു. ആചാര്യൻ ചൊല്ലി ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഒരമ്മയ്ക്ക് പരിഭ്രമായി. എവിടെ നടന്നെന്ന് ചോദിക്കരുത് കേട്ടോ. കാരണം ഈ അമ്മയ്ക്ക് സംസ്കൃതമില്ല. ഈ മന്ത്രങ്ങൾക്കൊക്കെ അസാമാന്യമായ ഫലസിദ്ധി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ദൈവമേ, എന്തെങ്കിലും ഇതിന്റെ അർത്ഥം വല്ല കൊമ്പ് കൊടുക്കണമെന്നോ വാലുണ്ടാവണമെന്നോ എന്തെങ്കിലും ആണെങ്കിൽ എന്തിനാ ഈ ദൈവത്തിനോട് വേണ്ടാത്തെന്ന് ചോദിക്കണം. അപ്പൊ അമ്മ ഇടയിൽ ഒരു കുട്ടിയെ വിളിച്ചിട്ടുണ്ട്. നിനക്ക് സംസ്കൃതം ചോദിച്ചു. ഏറ്റവും കുട്ടിക്ക് അറിയാതിച്ചു. ഞാൻ എന്താ കൈ പറഞ്ഞതിന്റെ അർത്ഥം ചോദിച്ചു. അയ്യോ, എനിക്ക് ഒരു പ്രശ്നമില്ല, സമസ്ത ലോകങ്ങളിലെല്ലാവർക്കും സുഖം വരയ്ക്കാനൊക്കെ ധൈര്യം എഴുതി. അങ്ങനെയാ എന്നാ ശരി, ചെല്ലിക്കളയാം അല്ലേ. എന്റെ നാത്തൂനും മക്കളും ഒഴിച്ച് ലോകാ സമസ്ത. കാരണം നാത്തൂനും മക്കളും ജീവിതമൊന്നും ഞാൻ സർക്കാരും മക്കില്ല, അവർക്കത് ദൈവം കൊടുക്കാതിരിക്കില്ല. അപ്പൊ അവരെ ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ നന്നായിക്കോട്ടെ. അങ്ങനെ സങ്കുചിതമാകണ്ട. കുടുംബാംഗങ്ങളുടെ മനസ്സിലൊരു പക നമ്മളിൽ ഉണ്ടായാൽ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല. നമുക്കൊരു സുഖം വരില്ല. സ്വന്തം ജാതിക്കാരെ തമ്മിൽ പരസ്പരം കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഓർക്കുക, അവനെങ്ങനെയാ, ഇവനെങ്ങനെയാ, മറ്റവനെങ്ങനെയാ, അയാൾക്ക് അധികാരമോഹ, ഇയാളിങ്ങനെയാ, മറ്റേതെങ്ങനെയാ. ഇന്നയാൾ വിളിച്ച് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത്. എന്റെ ജാതി മാത്രം, മറ്റൊക്കെ പോട്ടെ, അവന്മാരൊന്നും കൊള്ളില്ല, അങ്ങനെ ഇങ്ങനെ. അവിടെ അതെ, മറ്റു ജാതി ഒഴിച്ച് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ഒരു ദയനീയമായ സ്ഥിതിയിൽ നിന്ന് KH ഹിന്ദു ഐക്യമായിരിക്കും. കേരളത്തിലെ ഹൈന്ദവ ഓരോ 2 വർഷത്തിൽ KH സമ്മേളനങ്ങൾ നടക്കുമ്പോഴും എത്ര സംഘടനകളെ കൂടുതലിലേക്ക് എത്തിച്ചു എന്നതിന്റെ ഒരു കണക്കെടുപ്പ് കൂടി നിങ്ങൾക്ക് നടത്താൻ സാധിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ വിധത്തിലുമുള്ള പ്രവർത്തനങ്ങളും സഹകരണങ്ങളും കേരള ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനങ്ങൾക്ക് ഉണ്ടായിരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. നാം സംഘശക്തിയാൽ ഉയർത്തും ഹിന്ദുഭൂമിയെ നിശ്ചയമായി നാട്ടും കാവി വൈജയന്തിയേ നാം സംഘശക്തിയാൽ ഉയർത്തും ഹിന്ദുഭൂമിയെ നിശ്ചയമായി നാട്ടും കാവി വൈജയന്തിയേ